ഞാനിന്ന് പരിശ്രമിക്കുന്നത് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം എന്താണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു വിശ്വാസവും കൂടിയാണ്. അതുകൊണ്ട് ഇത് വേണമെങ്കിൽ ഒരു നയപ്രഖ്യാപനം പോലെയോ അല്ലെങ്കിൽ സുവിശേഷം എന്താണെന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമായിട്ടൊക്കെ എടുക്കാം. കാരണം ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ പാസ്റ്റർ പറഞ്ഞ പോലെ വളരെയധികം മാറ്റങ്ങൾ വന്ന് ഈ 2000 വർഷം കൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്താണ് പറഞ്ഞതെന്ന് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് ക്രിസ്തീയ സമൂഹം പോകുന്നതെന്നുള്ളത് കൊണ്ട് എന്താണ് ആ ട്രൂ ക്രിസ്ത്യാനിറ്റി, എന്താണ് വേദപുസ്തകത്തിൽ കാണുന്ന ആ ക്രിസ്തീയ വിശ്വാസം എന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ആഗ്രഹം നിങ്ങളെല്ലാവരും ഇത് ഒന്ന് കൺസിഡർ ചെയ്യണമെന്നുള്ളതാണ്. ഈ ക്രിസ്തീയ വിശ്വാസം എന്താണ്, ഇതിൻ്റെ യുണീക്ക്നെസ് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ വ്യത്യസ്തത, എന്തുകൊണ്ടാണ് ഈ ക്രിസ്തീയ പ്രസംഗങ്ങളുമായിട്ട് ഇത്രയും പേര് ഈ ലോകമെമ്പാട് ചുറ്റി നടക്കുന്നത് എന്ന് ഒന്ന് കൺസിഡർ ചെയ്യുവാൻ ഒരു പക്ഷേ ഇത് നിങ്ങളെ സഹായിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പ്രധാനമായും പുതിയ നിയമത്തിൽ നിന്ന് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും ചുരുങ്ങിയ വിവരണം, അതായത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന വിവരണമുള്ളത് പുതിയ നിയമത്തിലാണ്. വളരെ ലളിതമായി ആർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് സുവിശേഷവും ലേഖനങ്ങളും എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. അനേകം ഭാഷകളിലേക്ക് ഈ വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇതെല്ലാം നമ്മുടെ കോമൺ ഭാഷയിൽ വായിച്ച് മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ഈ വിവർത്തനങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വിവർത്തനങ്ങൾ എല്ലാം നമ്മുടെ തന്നെ ഭാഷയിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് ആർക്ക് വേണമെങ്കിലും വായിച്ച് മനസ്സിലാക്കാവുന്ന പുസ്തക രൂപത്തിൽ നമുക്ക് എല്ലായിടത്തും ഇത് അവൈലബിളാണ്. ഏറ്റവും കൂടുതൽ ലോകത്ത് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമാണ് വേദപുസ്തകം. നൽകപ്പെട്ടിട്ടുള്ള വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമാണ് വേദപുസ്തകം, ബൈബിള്. അതുകൊണ്ട് ഇത് എല്ലാവരുടെയും കയ്യിൽ അവൈലബിളാണ്. ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് ഇത് വായിച്ച് നോക്കാവുന്നതാണ്. പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള വളരെ പ്രശസ്തമായ എല്ലായിടത്തും കിട്ടുന്നൊരു പുസ്തകമാണ് ബൈബിൾ. അതിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ പലപ്പോഴും വളരെ ലളിതമായ ഭാഷയിൽ എഴുതപ്പെട്ട കാര്യങ്ങളാണ് നമ്മളൊട്ടും മനസ്സിലാക്കാത്തത്. ഒത്തിരി കഠിനമായിട്ട് പറഞ്ഞൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് മനസ്സിലാക്കിയെടുക്കുക. എന്നാൽ ലളിതമായി പറഞ്ഞു പോയ പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ നിൽക്കുകയില്ല. അതുകൊണ്ട് ഈ ബൈബിളിൽ വളരെ ലളിതമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് വിവരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വേദപുസ്തകത്തിൽ നിന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ. എന്താണ് ക്രിസ്തീയ വിശ്വാസമെന്ന് നിങ്ങളൊരുപക്ഷെ ക്രിസ്ത്യാനികളെന്ന് ചെറുപ്പം തൊട്ട് വിളിക്കപ്പെട്ടവരായിരിക്കാം, സഭകളിൽ പോകുന്നവരായിരിക്കാം. പക്ഷെ ശരിക്കും ക്രിസ്ത്യാനിയായോ ആണോ, എന്താണ് ക്രിസ്തീയ വിശ്വാസം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ, പുതിയ നിയമം പലപ്പോഴും മനുഷ്യരെ ഭയപ്പെടുത്തുന്ന ഒരു പുസ്തകം കൂടിയാണ്. കാരണം വളരെ ലളിതമാണ് അതെന്ന് മാത്രമല്ല, വളരെ കഠിനവുമാണ് പുതിയ നിയമത്തിലെ ഉപദേശങ്ങൾ. നമ്മൾ പുതിയ നിയമം വായിക്കുന്ന പല ആളുകൾക്കും തോന്നുന്ന ഒരു കാര്യം, ഇതൊക്കെ ആരാണ് അനുസരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ആരാണ് ഇതൊക്കെ അനുസരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ശത്രുക്കളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ശത്രുക്കളെല്ലാം സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ ഉടുപ്പ് ചോദിക്കുന്നതിന് പുതപ്പും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം നമ്മുടെ വീട്ടിലുള്ളതെല്ലാം പറക്കിക്കൊണ്ട് പോകില്ലേ? നമുക്ക് എങ്ങനെ ഒരു പ്രായോഗികമായിട്ടൊരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ പറ്റുമോ? ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുത്താൽ നമ്മൾ തട്ടിപ്പോകില്ലേ? നമ്മൾ ജീവിച്ചിരിക്കും. നമ്മൾ എങ്ങനെ പ്രായോഗികമായിട്ട് ജീവിക്കും? നമ്മൾ 2 വർത്തമാനം തിരിച്ച് പറയണ്ടേ? ഒരാൾ വഴക്കുണ്ടാക്കാൻ വന്നാൽ നമ്മൾ തടയണ്ടേ? ഇതെന്ത് ഉപദേശമാണ് എന്നൊരു പക്ഷേ അനേകം ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്ക് പോലും ഇതെന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷെ ഒരു കാര്യം അറിയാം, ഇത് വായിക്കുന്നവർക്കെല്ലാം മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, ഇതൊന്നും അനുസരിക്കുന്ന ആരെയും ഈ നാട്ടിൽ കാണാനില്ല എന്നുള്ള കാര്യം. പ്രസംഗിക്കുന്ന ഒത്തിരി ആൾക്കാരെ നമ്മൾ കാണും, എന്നെ ഉൾപ്പെടെ. പക്ഷേ ഈ പുതിയ നിയമത്തിൽ കർത്താവ് യേശു മിശിഹാ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്ന ആളുകളെ ഒന്നും നമ്മളെങ്ങും കാണാൻ പോകുന്നില്ല. പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കെട്ടിടങ്ങൾ, മുമ്പിൽ കുരിശ്, അങ്ങനെ പ്രതിമകൾ, ഫോട്ടോകൾ. പിന്നെ കാണുന്ന കുറേ വെള്ളവസ്ത്രം ധരിച്ച് ബൈബിളായിട്ട് നടക്കുന്ന കുറേ ആൾക്കാർ. പിന്നെ അവരുടെ പ്രാർത്ഥനകൾ, പിന്നെ ഹീലിംഗ് ക്രൂസൈഡുകൾ. ഇതാ നിങ്ങളുടെ രോഗം മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ഫ്രണ്ടിലോട്ട് തിരുത്തുന്നു, ഉരുട്ടി മറിച്ച് വീഴിക്കുന്നു. ഇത് ക്യാൻസർ ഇപ്പോൾ സൗഖ്യമാവുന്നു, മുഴകൾ അപ്രത്യക്ഷമാവുന്നൊക്കെ പറയുന്നു. വീട്ടിൽ നോക്കുമ്പോൾ മുഴയല്ല അതുപോലെ ഉണ്ട്. ഇങ്ങനെ അനേകം തരത്തിലുള്ള ക്രിസ്തീയ വേലകളും ക്രിസ്തീയ വേലത്തരങ്ങളും സഭകളെന്ന് വിചാരിക്കുന്ന സംഘടനകളും എല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ശരിക്കും ഇങ്ങനെ അനേകം ആളുകൾ ഈ ക്രിസ്ത്യാനിറ്റിയെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നുണ്ട്, പല കർമ്മങ്ങൾ നടത്തുന്നുണ്ട്, പെരുന്നാളുകൾ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ പുതിയ നിയമം വായിച്ചു നോക്കുമ്പോൾ ഇത് അനുസരിക്കുന്ന ഒരാളെ പോലും
നമ്മൾ ഒരിടത്തും കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ചുറ്റുമുള്ളവരെല്ലാം നോക്കുമ്പോൾ ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ഇവർ സുഖിച്ച് ജീവിക്കുന്നതല്ലാതെ ഇവരാരും ഇത് അനുസരിക്കുന്നതായി ഈ ലോകത്തിലുള്ള ആർക്കും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് ഈ ഉപദേശം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അവരോട് പറയുന്നത് നിങ്ങളുടെ രോഗം മാറും, നിങ്ങൾക്ക് സമ്പത്തുണ്ടാവും, നിങ്ങളുടെ ബിസിനസ് വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളുകളെ എന്താ പറയുന്നത്, ഇത് ശക്തനായൊരു ദൈവം ഇപ്പോൾ പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു മതം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് സാധാരണയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരു മതവിശ്വാസം ഉണ്ടാക്കിയെടുക്കും. അപ്പം എനിക്ക് ഈ മതം അനുസരിച്ച് പോയി കഴിഞ്ഞാൽ, കൃത്യമായി അവിടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ കൃത്യമായി എല്ലാ യോഗത്തിലൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടും, എൻ്റെ ബിസിനസ് ശരിയാവും, എൻ്റെ നടുവേദന മാറും. ഇങ്ങനെയൊക്കെയുള്ള ഒരു മതത്തിലേക്ക് ആളുകളെ വിളിച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് ഒരിക്കലും ആരും പറഞ്ഞു തരാൻ ശ്രമിക്കാറില്ല. അതിൻ്റെ കാരണം അവരും ഇത് അനുസരിക്കാറില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും ഈ ക്രിസ്തീയ വിശ്വാസത്തെ ശരിക്കൊന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇത് എളുപ്പമല്ല. ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്കറിയാം വളരെ ലളിതമായൊരു പുസ്തകമാണ് ബൈബിളെങ്കിലും ഈ ബൈബിളിലെ വിശ്വാസം എന്താണെന്ന് പറഞ്ഞു തരാൻ എളുപ്പമല്ല. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒത്തിരി പരിശ്രമിച്ച ഒരാളാണ്. നമുക്ക് മഹാത്മാഗാന്ധിയുടെ ജീവിതം നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, വേദപുസ്തകത്തിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു മഹാത്മാഗാന്ധി. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ പ്രസിഡൻ്റായിരുന്ന സർവപ്പള്ളി രാധാകൃഷ്ണൻ ഉൾപ്പെടെ, വിവേകാനന്ദൻ ഉൾപ്പെടെ അനേകം ഇന്ത്യക്കാർ, ഭാരതീയ മക്കൾ ഈ വേദപുസ്തകം വായിച്ചിട്ട് ഇതൊക്കെ ആരെക്കൊണ്ട് സാധിക്കുമെന്ന് അത്ഭുതപ്പെട്ട് നോക്കിയിട്ടുണ്ട്. അവരിൽ ചിലർ ഇങ്ങനെ പറയുകയും ചെയ്തു, ആകെ ഒരു ക്രിസ്ത്യാനി മാത്രമേ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുള്ളൂ, അത് യേശുക്രിസ്തുവാണ്, ബാക്കിയുള്ളവർ മുഴുവൻ അഭിനയമാണെന്നാണ് അവരെല്ലാവരും വിചാരിച്ചത്. അപ്പോൾ ഇത് വായിച്ചിട്ട് അനേകം ആൾക്കാർക്ക് ഇത് എങ്ങനെ പ്രായോഗികമാക്കണം എന്ന് മനസ്സിലായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഐറണി, വിരോധാഭാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സുവിശേഷമെന്ന് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിയോട് അങ്ങനെ ഒരു താല്പര്യമുണ്ടായിരിക്കില്ല, ഒരുപക്ഷെ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുകയേ ഇല്ല, ഒരുപക്ഷെ ദൈവവിശ്വാസി പോലും ആയിരിക്കില്ല. എന്നവന് ഈ ലോകം മുഴുവൻ വ്യാപിച്ച യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്താണ് എന്ന് ബുദ്ധി കൊണ്ടെങ്കിലും ഒന്ന് ആരാഞ്ഞ് ഇതെന്താണ് സംഭവം എന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് വളരെ ദീർഘമായി ഞാൻ സംസാരിക്കുന്നതിനേക്കാളും ഈ ഒരു ആശയം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. അപ്പോൾ ശരിക്കും പുതിയ നിയമം ആരംഭിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്ന് 3 പേരാണ് ആദ്യത്തെ 3 സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത്. 4ാമത് യോഹന്നാനും ഒരു സുവിശേഷം എഴുതിയിട്ടുണ്ട്. അങ്ങനെ 4 സുവിശേഷ പ്രതികളാണ് വേദപുസ്തകത്തിനകത്തുള്ളത്. ഇത് 4 പ്രതികളും സംസാരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഈ ലോകത്തിലുണ്ടായിരുന്ന 33 വർഷക്കാലം കർത്താവ് ജീവിച്ച ജീവിതത്തെക്കുറിച്ചും അവൻ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും ഉപദേശങ്ങളെക്കുറിച്ചുമാണ്. യേശു കർത്താവ് ജനിച്ചതും ജീവിച്ചതും ഉപദേശിച്ചതും അത്ഭുതങ്ങൾ ചെയ്തതും മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും ആയ സംഭവങ്ങളാണ് ഈ 4 സുവിശേഷങ്ങളിലുള്ളത്. അതിലേറ്റവും കൂടുതൽ നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നത് ആ ഉപദേശങ്ങളുടെ കട്ടിയാണ്. കാരണം അതിനു മുമ്പ് ഒരിക്കലും ഒരിടത്തും ഇല്ലാതിരുന്ന കുറേ ഉപദേശങ്ങൾ കർത്താവ് ആദ്യമായിട്ട് നൽകുന്നുണ്ട്. അതായത് നമ്മുടെ മോറൽ നിയമങ്ങൾ, സന്മാർഗ നിയമങ്ങൾ, സഹോദരനോട് എങ്ങനെ പെരുമാറണം, ശത്രുവിനോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെയുള്ള മോറൽ നിയമങ്ങൾ കർത്താവ് പറയുന്നത് വളരെ ആഴമായിട്ടാണ്. അതായത് സഹോദരനെ ദ്വേഷിക്കുന്ന, നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ വീട്ടിലോ ആരെങ്കിലും നിങ്ങൾ സ്നേഹിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ വെറുപ്പാണ് വരുന്നതെങ്കിൽ നിങ്ങൾ കൊലപാതകൻ്റെ ലിസ്റ്റിലാണ് വരുന്നത്. കാരണം നമ്മളൊരാളെ വെറുക്കുമ്പം അത് കൊലപാതക തുല്യമാണ് എന്നാണ് വേദപുസ്തകം പറയുന്നത്. അതുപോലെ സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നവർ. വളരെ കട്ടിയായിട്ടുള്ള ഉപദേശങ്ങളാണ്. സഹോദരനെ നിസാര എന്ന് വിളിക്കരുത്, വിഡ്ഢിന്ന് വിളിക്കരുത്, മൂടാന്ന് വിളിക്കരുത്, ഇങ്ങനെയുള്ള അനേകം കട്ടിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ചില സമയത്ത് കർത്താവ് ചിലരോട് ഇങ്ങനെയും പറഞ്ഞു, നിൻ്റെ സ്വത്തുക്കളെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കും. ഇതൊക്കെ മനുഷ്യർ വായിച്ചു നോക്കുമ്പം നമ്മൾ സ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ കർത്താവ് പറയണം, എൻ്റെ പിന്നാലെ വരുവാണെങ്കിൽ സ്വത്ത് കിട്ടുമല്ല, നിങ്ങളുള്ളതെല്ലാം കളഞ്ഞിട്ട് എൻ്റെ പിന്നാലെ വരേണ്ടി വരും. ആരെങ്കിലും പോകുമോ? അപ്പോൾ എന്താണ് ഈ കർത്താവ് പറയുന്നതെന്ന് മനസ്സിലാകാതെ വരുമ്പോഴേക്കും അനേകം ആളുകൾ ഇടറിപ്പോകുവാൻ ഇടയുണ്ട്. അപ്പോൾ കർത്താവ് ശരിക്കും എന്താണ് സംസാരിക്കുന്നത്? എന്താണ് ഈ സുവിശേഷം? ഇത്രയും കട്ടിയുള്ള ഈ സുവിശേഷത്തിൻ്റെ ഘോഷണം എന്തിനാണ് കർത്താവ് ഇങ്ങനെയുള്ള നിയമങ്ങൾ നൽകിയത് എന്ന് നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇതിനൊരു ഒരു കഥ, കർത്താവിൻ്റെ അടുത്ത് വന്ന ഒരു ധനവാനായ ഒരു മനുഷ്യൻ്റെ കഥയിലൂടെ
നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈ കട്ടിയായ ഉപദേശങ്ങൾ എങ്ങനെയാണ് പണി ചെയ്യുന്നതെന്നുള്ളത്. ഒരിക്കൽ ധനവാനായ ഒരു മനുഷ്യൻ യേശുവിനെ അനുഗമിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. ഈ നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് സഭയിലേക്ക് കൊണ്ടുവരാൻ പറയുവാണെങ്കിൽ ചിലപ്പം പുള്ളി കൊണ്ടു ചെല്ലുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഭയ്ക്കൊക്കെ പൈസ മുടക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബഹുമാനം നമുക്ക് കിട്ടും. ഇപ്പം നിങ്ങൾ ആരെങ്കിലും സഭ പണിയാനോ അല്ലെങ്കിൽ കെട്ടിടം പണിയാനോ ഒക്കെ കുറച്ച് പൈസ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരവിടെ എഴുതി വയ്ക്കും, ഡൊണേറ്റഡ് ബൈ. അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എഴുതി വെച്ചില്ലെങ്കിലും ഈ പാസ്റ്റർമാർ എഴുന്നേറ്റ് നിങ്ങളൊന്ന് പൊക്കി പറയുമെങ്കിലും ചെയ്യും, ഇത്രയും പൈസ ഇയാളാണ് തന്നത്, നമുക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ഇദ്ദേഹത്തോടാണ് നന്ദി പറയുന്നതെങ്കിലും അത് കർത്താവിനാണ് പോകുന്നതെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ സഭയ്ക്ക് കൊടുത്താൽ, മതത്തിന് കൊടുത്താൽ അത് നമുക്കൊരു ക്രെഡിറ്റ് ആയിട്ടാണ് മാറുന്നത്. എന്നാൽ വഴിയിലിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ആരും അറിയാതെ, ഇടങ്കൈ വലങ്കൈ അറിയാതെ നമ്മൾ അയാൾക്ക് നമ്മുടെ സ്വത്തെല്ലാം വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ക്രെഡിറ്റ് നമുക്കില്ലെന്ന് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത് പോവുകയും ചെയ്തു. ആരെങ്കിലും ചെയ്യുമോ? ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഈ മനുഷ്യൻ ഒത്തിരി സമ്പത്തുള്ള ആളായിരുന്നത് കൊണ്ട് ഇത് കേട്ട് ദുഃഖിച്ച് മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പം കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാളും എളുപ്പം ഒരു ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. നമുക്കറിയാം ഇന്ന് മതങ്ങളെല്ലാം നിലനിൽക്കുന്നത് സമ്പന്നരായ ആളുകളെ വെച്ചിട്ടാണ്. സമ്പത്തില്ലെങ്കിൽ മതമില്ല. സമ്പന്നരായ ആളുകളാണ് ഈ മതത്തെ താങ്ങി നിർത്തുന്നത്, ദൈവങ്ങളെ താങ്ങി നിർത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ അതെ, പാവങ്ങളെയും കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഒരു കൺവെൻഷൻ നടത്തണമെങ്കിൽ എത്രയാ പൈസ വേണ്ടത് അല്ലേ? ഇതിനൊന്നും അളവില്ല, എണ്ണമില്ല പൈസയ്ക്ക്. ഒരു കെട്ടിടം പണിയണമെങ്കിൽ എന്താ വേണ്ടത്? ഈ സുവിശേഷ വേലയിൽ അതുപോലെ തന്നെ ഈ സുവിശേഷം പറഞ്ഞ് മുതലാളിമാരായ അനേകം ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ജീവിച്ചു പോകണമെങ്കിൽ നിസ്സാര പണമൊന്നും പോരാ. അപ്പോൾ ശരിക്കും ധനവാന്മാരായ വിശ്വാസികളാണ് ഈ മതങ്ങളെല്ലാം നിലനിർത്തുന്നത്. അപ്പോൾ ശിഷ്യന്മാരുടെ കർത്താവ് പറയാണ്, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴലിൽ പോകുന്നതാണ്. അപ്പോൾ വലിയ ധനവാന്മാരെ ഇല്ലാതെ നമ്മൾ എങ്ങനെ പോകും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് ചിന്തിക്കുന്നത് ഇവരെയും കൊണ്ട് ദൈവരാജ്യത്തിന് ഒരു പ്രയോജനവും ഇല്ല എന്നാണ്. നേരെ തിരിച്ചാണ്, ഒരു റിവേഴ്സ് ഫിലോസഫിയാണ്. അപ്പോൾ ഈ നിങ്ങളൊരു സൂചിക്കുഴയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സൂചിക്കുഴയിലൂടെ ഒട്ടകം കയറുന്ന നിങ്ങൾ എപ്പോഴും സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടോ? ഒട്ടകം കയറുന്ന പോയിട്ട് ഒരു ഉറുമ്പ് കയറുന്ന നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി. ഒരു സൂചിക്കുഴയിലൂടെ ഒരു ഉറുമ്പോ ഒരു പാറ്റയോ ഒരു എട്ടുകാലിയോ ഏതെങ്കിലും ഒരു സാധനം, ഈ നമ്മുടെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽപ്പെടുന്ന ഏതെങ്കിലും ഒരു സാധനം ഈ സൂചിക്കുഴയിലൂടെ കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു രക്ഷയുമില്ല. ഒരു ഉറുമ്പ് നോക്കിയാൽ പോലും അതിനിടയിലൂടെ ഒരു സാധാരണ സൂചിക്കുഴയ്ക്കകത്തോടെ കയറാൻ പോകുന്നില്ല. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും എളുപ്പം ഒരു ഒട്ടകം സൂചിക്കുഴയ്ക്കകത്തോടെ കയറി അപ്പുറത്ത് ചെല്ലുന്നതാണ്. അപ്പം ശിഷ്യന്മാർ അവിടെ ഇരുന്ന് ചോദിക്കുകയാണ്, അയ്യോ അപ്പോൾ ധനവാന്മാരൊന്നും സ്വർഗത്തിൽ പോകില്ല എന്നല്ല അവർ ചോദിച്ചത്. അവർ ചോദിച്ചത്, ഇത്രയും ചെറിയൊരു സൂചിക്കുഴയാണെങ്കിൽ ഇതിലേ കടക്കാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഒരുത്തനും, നമ്മളൊരു ഉറുമ്പായി മാറിയാൽ പോലും, ഒരു പുഴുവായി മാറിയാൽ പോലും, എത്ര നമ്മൾ വിട്ട് കൊടുത്താലും, നമ്മൾ എന്തു പരിശ്രമിച്ചാലും ഈ സൂചിക്കുഴയ്ക്കകത്തോടെ കയറാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ശിഷ്യന്മാരാകെ അമ്പരന്നവർ ഭയപ്പെട്ടു. അവർ പറഞ്ഞു, ഇത്രയും ചെറിയൊരു സൂചിക്കുഴയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, മനുഷ്യരാൽ അത് അസാധ്യമാണ്. അതായത് ഈ പറയുന്ന കൽപ്പനകളൊക്കെ അനുസരിക്കാൻ, ഈ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് കർത്താവിൻ്റെ പിന്നാലെ പോകാൻ, ശത്രുക്കളെ സ്നേഹിക്കാൻ, നമ്മുടെ മൊബൈൽ ഫോൺ ഒരാൾ ചോദിച്ചാൽ അതിൻ്റെ ചാർജറും കൂടെ എടുത്തോ എന്ന് പറഞ്ഞ് കൊടുത്തു വിടാൻ, നമ്മുടെ വീട്ടിലൊരു കല്യാണം നടന്നാൽ വഴിയിരിക്കുന്ന കുരുടരെയും അംഗവിഹീനരെയും വയ്യാത്തവരെയും ഒക്കെ വിളിച്ച് ആഹാരം കൊടുക്കാൻ, ഇതൊന്നും മനുഷ്യർക്ക് സാധ്യമല്ല. സ്നേഹത്തോടെ ചെയ്യാൻ സാധ്യമല്ല. വേണമെങ്കിൽ ചാരിറ്റി ആയിട്ട് ചെയ്യുമായിരിക്കാം. അപ്പോൾ കർത്താവ് പറയുന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല എന്നാണ്. മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല. അതിൻ്റെ പുറകെ പറയുന്നൊരു കാര്യം, ഇത് മനുഷ്യരാൽ അസാധ്യമാണ്. അതായത് മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൂടെയും വരുന്ന വലിയ നീതി ഉണ്ടല്ലോ, അതിഭയങ്കരമായ നീതി, അതായത് കഠിനമായ കൽപ്പനകൾ, ഇതൊന്നും മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ നമ്മളെ അങ്ങനെ ആക്കി മാറ്റാൻ ദൈവത്തെ കൊണ്ട് സാധിക്കും. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യരാൽ നടക്കുന്ന ഒരു കാര്യമല്ല, അത് ദൈവത്താൽ മാത്രം നടക്കുന്ന
ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് നാളെ തൊട്ട് ഞാൻ ശത്രുക്കളെ സ്നേഹിക്കാൻ പോവുകയാണ്, ഓക്കെ, ക്രിസ്ത്യാനിയാവാൻ പോവാണ്, നാളെ തൊട്ട് ഞാൻ ശത്രുക്കളെ സ്നേഹിക്കാൻ പോവാണ്, ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അമ്മായിമ്മയുടെ മുഖം കാണുമ്പം, അല്ലെ മരുമകളുടെ മുഖം കാണുമ്പം, അല്ലെ വേണ്ട ഭർത്താവിൻ്റെ മുഖം കാണുമ്പം, ഭാര്യയുടെ മുഖം കാണുമ്പം, അല്ലെങ്കിൽ അയൽവക്കത്ത് നമുക്കെതിരെ പാര പണിതുകൊണ്ടിരിക്കുന്ന ആളുടെ മുഖം കാണുമ്പോൾ ശത്രുക്കളെ സ്നേഹിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ മറന്നുപോകും. കാരണം ഈ ശരീരത്തിലൂടെ വരുന്ന വികാരങ്ങളൊന്നും ഈ കൽപ്പന അനുസരിക്കാൻ നമ്മളെ സഹായിക്കുന്നില്ല. നമ്മൾ എത്ര തീരുമാനമെടുത്താലും, നിങ്ങളൊന്ന് തീരുമാനം എടുത്ത് നോക്കിയോ, വേണേൽ ട്രൈ ചെയ്ത് നോക്ക്, ശത്രുക്കളെ സ്നേഹിക്കാനൊരു തീരുമാനം എടുത്ത് നോക്ക്, നടക്കുമോയെന്നറിയാലോ? നടക്കുകയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ട് പറയാണ്, ഇതെല്ലാം നിങ്ങൾ അനുസരിച്ചേ പറ്റുള്ളൂ, പക്ഷെ നിങ്ങളെ കൊണ്ട് ഇതൊന്നും അനുസരിക്കാനുള്ള കഴിവില്ല. അപ്പോൾ ഇത്രയും വലിയ നീതിയുടെ പുസ്തകങ്ങളെല്ലാം വായിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാകണം, ഈ നീതി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നീതി, അതായത് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു നീതിയുണ്ട്. അത് ക്രിസ്തുവിൻ്റെ നീതിയാണ്, അത് ദൈവത്തിൻ്റെ നീതിയാണ്, അത് മനുഷ്യരെ കൊണ്ട് അസാധ്യമാണ്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് മാനുഷികമായ ഒന്നല്ല. അപ്പോൾ ഇതൊക്കെ അനുസരിക്കാൻ വേണ്ടി തന്നതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുസരിക്കാൻ വേണ്ടി തന്നതാണ്. അത് മനുഷ്യരാൽ അസാധ്യമായതുകൊണ്ട് ദൈവത്തെ ആശ്രയിക്കാതെ നമുക്ക് ഒരു ദിവസം പോലും ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. കാരണം ഈ സൂചിക്കുഴലിലൂടെ നമ്മളെ കടത്താൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ സുവിശേഷത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ന്യായവിധിയും ദൈവത്തിൻ്റെ സ്വഭാവവും മനുഷ്യരുടേതുപോലെ അല്ല. അവൻ്റെ നീതി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഉയരത്തിലാണ്. കർത്താവ് പറയാണ്, ദൈവം സ്വർഗത്തിൽ നിന്ന് നൽകുന്ന അനുഗ്രഹങ്ങൾ നീതിമാനും ദുഷ്ടനും ഒരുപോലെയാണ് കൊടുക്കുന്നത്. മഴ പെയ്യുമ്പോൾ എന്നാൽ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ കുറച്ച് മഴ കൂടുതൽ പെയ്ച്ചേക്കാമെന്ന് ദൈവം ഒരിക്കലും തീരുമാനിക്കുന്നില്ല. വെള്ളപ്പൊക്കം വരുമ്പോൾ ചിലർ പറയും ക്രിസ്ത്യാനിയുടെ വീട്ടിൽ മാത്രം വെള്ളപ്പൊക്കം വന്നില്ല, ചുമ്മാ പറയുന്നത്. എല്ലാവർക്കും ഇതെല്ലാം വരുന്നുണ്ട്. കോവിഡ് വരുമ്പം വിശ്വാസികളുടെ മരണനിരക്കും അവിശ്വാസികളുടെ മരണനിരക്കും എല്ലാം ഒന്ന് തന്നെയാണ് അല്ലേ? ക്യാൻസർ വന്ന് മരിക്കുന്നവരിൽ വിശ്വാസികളും അവിശ്വാസികളും എല്ലാം ഒരേ നമ്പർ തന്നെയാണ് മരിക്കുന്നത്. കാരണം ഇന്നേ വരെ ലോകത്തിൽ ആർക്കും ഇങ്ങനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. വിശ്വാസികളുടെ ഇടയിലൊക്കെ മരണനിരക്കില്ല, കുറവാണ്. അവിശ്വാസികളാണ് മരിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എല്ലാം ഒരുപോലെയാണ്. കാരണം ദൈവം ഈ ലോകത്ത് കൊടുക്കുന്ന ആയുസ്, ആരോഗ്യം, സമ്പത്ത് ഇതൊന്നും വിശ്വാസം നോക്കിയല്ല കൊടുക്കുന്നത്. അത് നീതിമാന്റെ മേലും നീതി കെട്ടവരുടെ മേലും ഒരുപോലെ ദൈവം കൊടുക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടിയോ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയോ നിങ്ങൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ വരേണ്ട കാര്യമില്ല. നല്ലപോലെ അധ്വാനിച്ചാൽ മതി. നിങ്ങളുടെ ആരും ഇങ്ങനെയൊന്നും പറയാല ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട്, പക്ഷെ അത് സത്യമാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവർ ക്രിസ്ത്യാനികളാണോ? ആണോ സഹോദരങ്ങളെ? അല്ല. ക്രിസ്ത്യാനികൾക്ക് കാശുണ്ടാക്കാൻ കൂടുതൽ പാട്. അവന് 10 രൂപ ലാഭം കിട്ടി 5 രൂപ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് ഇങ്ങനെ ഉള്ളിൽ തോന്നിക്കൊണ്ടിരിക്കും. പിന്നെ അവൻ എങ്ങനെ മുതലാളിയാവും? അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ ക്രിസ്ത്യാനിയല്ല. അപ്പം പിന്നെ ഈ സമ്പത്തുണ്ടാകുന്നവരും വലിയ ധനവാന്മാരും വലിയ കെട്ടിടങ്ങൾ പണിയുന്നവരും അങ്ങനെ ഈ സമ്പത്ത് തരുന്നൊരു ദൈവമാണോ ബൈബിളിലുള്ളത്? അല്ല. അത് ദൈവം ആർക്കൊക്കെയോ കൊടുക്കുന്നു. അത് ആർക്കാന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പം മഹാദുഷ്ടന്മാർക്കായിരിക്കും കാശ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ കോമൺ അനുഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത്. ഇത് വിശ്വാസം നോക്കിയല്ല ദൈവം കൊടുക്കുന്നത്, നീതിമാനാണോ നോക്കിയല്ല, മതം നോക്കിയല്ല. കർത്താവ് പറയാണ്, ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അവൻ സകലരെയും സ്നേഹിക്കുന്നു. അവൻ നല്ല ദാനങ്ങളെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നു. അതേ സ്വഭാവമുള്ളവരായി നിങ്ങളും മാറണം. നിങ്ങളും നല്ല ദാനങ്ങളെ കൊടുക്കുമ്പം നിങ്ങളുടെ ജാതിയാണോ നോക്കാൻ പാടില്ല, നിങ്ങളുടെ മതമാണോ നോക്കാൻ പാടില്ല. ശമരിയാക്കാരൻ ഇവരുടെ ഒന്നും ജാതിയും മതവും ഒന്നും ആയിരുന്നില്ല, അവനായിരുന്നു അവിടെ നല്ല അയൽക്കാരൻ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് മനുഷ്യരുടെ ത്രാസിൽ അളക്കാൻ പറ്റുന്നതല്ല, അതിനേക്കാളൊക്കെ ഉന്നതമാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, അതിനേക്കാളൊക്കെ കൂടുതലാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഈ ക്രിസ്തീയ വിശ്വാസത്തിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന പോലെ വേറെ ഒരിടത്തും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല, ഇതെല്ലാം ഈ ബൈബിളിൽ നിന്ന് തന്നെ പറയുന്ന കാര്യമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഈ പുസ്തകത്തിനകത്തുള്ള കാര്യങ്ങൾ ഇന്നുപോലും മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റാത്ത നീതിയുടെ തലമാണ് അവിടെ വെച്ചിരിക്കുന്നത്. ആ 2000 വർഷം മുമ്പുള്ള പുസ്തകം മറിച്ച് നോക്കിയാൽ ഇന്നും നമ്മൾ അന്തം വിട്ട് നിൽക്കും. ഇതെങ്ങനെ ജീവിക്കാൻ പറ്റും? ഇത്രയും ഭയങ്കര സ്നേഹം, ഇത്രയും ഭയങ്കര ക്ഷമ. ഉദാഹരണത്തിന് ക്ഷമയുടെ കാര്യം കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത്,
എത്ര പ്രാവശ്യം എൻ്റെ സഹോദരനോട് സ്നേഹിക്കണമെന്നൊരു ശിഷ്യൻ ചോദിക്കുമ്പം കർത്താവ് പറയാണ് 770 പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 × 70 ആയാൽ തന്നെ 7 × 49 490 ചിലർ പറയുന്നത് 7ൻ്റെ മുകളിൽ 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് പോയി. 7 × 7 × 7 × 7 × 7 × 70 അങ്ങനെ 70 പ്രാവശ്യം. പിന്നെ കർത്താവ് കാൽവരി ക്രൂശിൽ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുന്ന വരെ, ശ്വാസം പോകുന്ന നിമിഷം വരെ അതിന് കണക്കില്ല. എപ്പോൾ ശ്വാസം പോകുമോ അതുവരെ ഈ തല്ലിക്കൊണ്ടിരിക്കുന്നവനെ സ്നേഹിക്കുക, ക്ഷമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷമയുടെ സ്വിച്ച് ഒരിക്കലും ഓഫ് ആകാതിരിക്കുക. സ്നേഹത്തിൻ്റെ സ്വിച്ച് ഭർത്താവ് വന്ന് എത്ര ഇടിച്ചാലും ആ സ്നേഹത്തിൻ്റെ സ്വിച്ച് അങ്ങനെ തന്നെ നിൽക്കുക. ഇത് കർത്താവായ യേശുക്രിസ്തുവിനല്ലാതെ ആർക്കും പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയാം ഇന്ന് വിവാഹമോചനങ്ങൾ എത്ര മാത്രമാണ് നമ്മുടെ ഇടയിൽ പെരുകിയിരിക്കുന്നത്. ചുറ്റുപാട് മുഴുവനാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു കുടുംബജീവിതത്തിലേക്ക് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഒത്തുപോകാൻ പറ്റുന്നില്ലാതെ വന്നു കഴിയുമ്പം അവരെന്ത് ചെയ്യും? അവർ കൗൺസിലറുടെ അടുത്ത് പോകും, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും, അഡ്വൈസ് കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ കൗൺസിൽ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോകും. അപ്പോൾ അവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരുടെ അടിമകളായി ജീവിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഒത്തിരി മനോപീഡകൾ തരുന്നുണ്ടോ? നിങ്ങൾ സ്വതന്ത്രമായിട്ട് ജീവിക്കേ. എന്തിനാ ഇങ്ങനെ അടിമകളായിട്ട് ജീവിക്കുന്നത്? ഭാര്യയോടും ഭർത്താവിനോടും അത് തന്നെ ഉപദേശിക്കുന്നത്. പക്ഷേ വേദപുസ്തകത്തിലേക്ക് വരുമ്പം പറയുന്നത് എന്താണെന്നറിയോ? അയാളെ എത്ര മോശമായാലും സ്നേഹിക്കുക, അവളെ എത്ര മോശമായാലും സ്നേഹിക്കുക. അൺകണ്ടീഷണൽ ലവ് ആണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് പറയാൻ വേദപുസ്തകത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ഒരു അൺകണ്ടീഷണൽ ലവിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ എല്ലാ കാഴ്ചകളും മാറുക. അത് ഭാര്യ ആയാലും ഭർത്താവായാലും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ വേദപുസ്തകത്തിനകത്തുള്ള ലിബറലിസം. അതായത് ബൈബിളിൽ പറയുന്നില്ല, ഞാനിത് പരസ്യമായിട്ട് നാട് മുഴുവൻ കേൾക്കെ പറയാണ്, ബൈബിളിൽ ഒരിക്കലും പറയുന്നില്ല കല്യാണം കഴിച്ചാൽ പെൺകുട്ടി പോയി ഭർത്താവിൻ്റെ വീട്ടിൽ പോയി അവരെ ശുശ്രൂഷിക്കണമെന്ന് ബൈബിളിലില്ല. ബൈബിളിൽ പറയുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ ഒരു ശരീരമായിട്ട് അവരപ്പനെ അമ്മയും വിട്ട് അവരൊരു കുടുംബം ഉണ്ടാക്കണമെന്നാണ്. സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കറിയാം. ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ഈ സഹോദരിമാർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വേദപുസ്തകം കൊടുത്തതാണ്. കാരണം അവിടെ സ്ത്രീ പുരുഷ ഭേദമില്ല. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ നീതി എന്ന് പറയുന്നത് മനുഷ്യർക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. ഇന്നും അതങ്ങനെ തന്നെയാണ്. കാരണം ഇന്നും നമ്മുടെ സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റാത്തത്ര ആഴത്തിലാണ് ഈ സ്നേഹത്തെയും ക്ഷമയെയും കരുണയെയും എല്ലാം കർത്താവ് നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ട്രൂലി ക്രിസ്ത്യൻ ആണോ? ആർ യു എ റിയൽ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്? നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാളാണോ? നിങ്ങൾ സൂചിക്കൊഴലൂടെ കയറുന്ന ആളാണോ? നിങ്ങൾ ഏതെങ്കിലും കൽപ്പന അനുസരിക്കുന്ന ആളാണോ? നിങ്ങൾ നെഞ്ചിൽ കൈവച്ചെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന വലിയൊരു സംഘം ആൾക്കാരും പറയും, ഞങ്ങൾ ചുമ്മാ ക്രിസ്തു മതത്തിൽ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ, ഞങ്ങൾ ചുമ്മാ പെന്തക്കോസ് പള്ളിയിൽ പോയി ഡ്രം അടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, ഞങ്ങളുടെ ഉള്ളിലൊന്നും ക്രിസ്തുവിൻ്റെ ഒരു കാര്യവും ഇല്ലെന്ന് പറയേണ്ടി വരും. കാരണം അതുപോലെയാണ് ഇന്ന് ഈ യേശു ക്രിസ്തു തികച്ചും പുറത്താക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. ആ ഉപദേശങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ലാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പം നമ്മളൊരു കാര്യം ഇങ്ങനെ ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? ഇത് മനുഷ്യർക്ക് അസാധ്യമെങ്കിൽ, ദൈവത്തിന് ഇത് സാധ്യമെങ്കിൽ, ദൈവം നമ്മളിലൂടെ ഇത് സാധിപ്പിക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, ക്രിസ്തീയ ജീവിതം ഒരിക്കലും മാനുഷികമായ ശക്തിയാൽ സാധിക്കില്ല, മനുഷ്യന്റെ സ്വാഭാവിക ജീവനിലൂടെയും സാധിക്കില്ല. അപ്പോൾ പിന്നെ ദൈവം നമ്മളിലൂടെ ഈ നീതി നടപ്പാക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പം മത്തായിയുടെ, മർക്കോസിൻ്റെ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഉപദേശങ്ങളെല്ലാം കൂടെയാണ് ഞാൻ ഇത്തിരി മുമ്പ് നിങ്ങളോട് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞതാണ്. അവിടെ പറയുന്ന സുവിശേഷം പറയാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ചെരുപ്പെടുക്കരുത്, 2 ഡ്രസ്സ് ഇടരുത്, അല്ലേ, കയ്യിൽ കാശൊന്നും കരുതരുത്. കാരണം ഈ കാശുമായിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ കാശിനെ നോക്കി വരും. അപ്പം നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ 1 രൂപ പോലും എടുക്കരുത്, കയ്യിൽ പേഴ്സ് പോലും ഉണ്ടാകരുത്. കാരണം ഒന്നുമില്ലാത്തവരായിട്ട് ചെല്ലണം. അതാ കർത്താവ് പറഞ്ഞത്. എന്താ കാര്യം എന്നറിയോ? ഈ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ആൾക്കാർ മുഴുവൻ നോക്കുന്നത് ഈ പോക്കറ്റിലേക്കായിരിക്കും. പോക്കറ്റിൽ ഒരു നയാ പൈസ ഇല്ലാതെ ചെന്ന് നോക്കി. പത്രോസും യോഹന്നാനും പറഞ്ഞ പോലെ പൊന്നും വെള്ളിയും ഒന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ആകെയുള്ളത് കർത്താവാണ്. അപ്പോൾ കർത്താവ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. സുവിശേഷം പറയാൻ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം?
ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, അയൽക്കാരോട് എങ്ങനെയായിരിക്കണം, വീട്ടിൽ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മളൊക്കെ ഇനിയും എത്രയോ മൈലുകൾ ഓടാനുണ്ട്. ഇനി ഓടാനുണ്ടെന്ന് മാത്രമല്ല, ഇത് നമ്മൾ വിചാരിച്ചാലോട്ട് ഓടി തീർക്കാനും സാധിക്കത്തില്ല. അവിടെ ഈ 3 സുവിശേഷങ്ങൾ കഴിഞ്ഞിട്ട് യോഹന്നാൻ്റെ സുവിശേഷം വരുമ്പോഴാണ് ഇതെങ്ങനെയാണ് കർത്താവ് സാധിപ്പിക്കുന്നത് എന്നുള്ള വിശദീകരണം വരുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ നീതിയുള്ളവരാക്കി, ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മളെ മാറ്റുന്ന ആ അത്ഭുതം അത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ യോഹന്നാൻ്റെ സുവിശേഷം ആവശ്യമാണ്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം ശരിക്കും ഒരു ഗോസ്പൽ ട്രാക്റ്റ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം ഒരിക്കൽ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സത്യത്തിൻ്റെ റെവലേഷനിൽ നിന്ന് ഒരാൾക്ക് വെളിയിൽ വരാൻ പ്രയാസമാണ്. കാരണം ഇറ്റ് ഈസ് സോ കൺവിൻസിങ്. അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഉള്ളിൽ ആ ജീവൻ്റെ ബോധമുണ്ടാകും. എങ്ങനെയാണ് കർത്താവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് എന്താണ് ക്രിസ്തീയ സുവിശേഷം എന്നുള്ളത് ഒന്ന് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വാട്ട് വാസ് സോ സ്പെഷ്യൽ അബൌട്ട് ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? എന്തായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ പ്രത്യേകത? അതിൻ്റെ 4-ാം വാക്യം പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഇൻ ഹിം വാസ് ലൈഫ്. ഇപ്പം ക്രിസ്തുവിൽ എന്തുണ്ടായിരുന്നു? ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ചോദിക്കും, നമ്മുടെയൊക്കെ എല്ലാം ജീവനില്ലേ, ക്രിസ്തുവിന് മാത്രമേ ജീവനുള്ളൂ? പക്ഷെ യോഹന്നാൻ പറയുന്നു ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ആ ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ജീവൻ എങ്ങനെയാണ്? ജീവന്റെ സ്വഭാവം, യേശുവിൻ്റെ ജീവന്റെ സ്വഭാവം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വെളിച്ചം നൽകുന്നത് പോലെയാണ്. വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ രാത്രി സമയമാണ്, ഒരു ചെറിയ വെളിച്ചം പോലും നമുക്ക് കാണാം രാത്രിയിൽ, അല്ലേ? ഒരു മൊബൈൽ ഫോണിൻ്റെ ലൈറ്റ് ഓൺ ആയാൽ പോലും നമുക്ക് കാണാം. ഒരു മിന്നിങ്ങിൻ്റെ വെട്ടം വരെ നമുക്ക് കാണാം. ഒരു ചെറിയ തീപ്പെട്ടിക്കൊള്ളിയുടെ കനൽ വരെ കാണാം. കാരണം ആ വെളിച്ചത്തിന് അത്രയും പവറാണ്, ഇരുട്ടിനെ മാറ്റാനുള്ള ശക്തി. യേശുക്രിസ്തുവിൻ്റെ ജീവൻ എന്ന് പറയുന്നത് വെളിച്ചമായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ ഇരുട്ടിനെ മാറ്റാൻ കഴിവുള്ള വെളിച്ചമായിരുന്നു. നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ റിഫ്ലക്റ്റിംഗ് ലൈറ്റ്സ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. ലൈറ്റ്സ് തന്നെ വിളിക്കാൻ പറ്റത്തില്ല, റിഫ്ലക്റ്റേഴ്സ് എന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പുതിയ റോഡൊക്കെ പണിത് കഴിയുമ്പം അതൊക്കെ ചെളി പിടിച്ച് പോകുന്നതിന് മുമ്പ് ഈ ആദ്യം ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിലെ വണ്ടി ഓടിച്ച് കഴിയുമ്പം നല്ല വെളിച്ചമാണ് ഈ റോഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് എന്തോ ഇലക്ട്രിക് സപ്ലൈ ഉണ്ടെന്നാണ് ചെറുപ്പത്തിൽ. പിന്നെ മനസ്സിലായത് ഈ വണ്ടിയുടെ ലൈറ്റ് ഓഫ് ആകുമ്പം അതെല്ലാം ഓഫാവും. അപ്പോൾ വണ്ടിയുടെ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ റിഫ്ലക്റ്റേഴ്സിൽ നിന്ന് നമുക്ക് വെളിച്ചം ഇങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇരുട്ടത്ത് വെച്ച് പരിശോധിക്കുമ്പം നമുക്കൊരു കാര്യം മനസ്സിലാവും, അതിനെന്തില്ല? വെളിച്ചം ഇല്ല. വെളിച്ചം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാ ലൈറ്റ് ഓഫ് ആകുമ്പം അത് കത്തി നിൽക്കുമായിരുന്നു. അപ്പം യേശുവിൻ്റെ ജീവൻ വെളിച്ചമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ അർത്ഥം ചുറ്റും എല്ലാവരും ഇരുട്ടായിരുന്നെങ്കിലും കർത്താവ് വെളിച്ചമായി തന്നെ നിൽക്കുമായിരുന്നു എന്നാണ്. അതായത് അവനെ വെറുക്കുന്നവർ വന്നാലും സ്നേഹിക്കുന്നവർ വന്നാലും ക്രൂശിക്കാൻ കുരിശിൽ കയറ്റിയാലും അവൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹം മാത്രമേ വരുള്ളൂ. ആ വെളിച്ചത്തെ തോൽപ്പിക്കാൻ ഒരന്ധകാരത്തിനും കഴിയുമായിരുന്നില്ല എന്നാണ്. എത്ര വലിയ വെറുപ്പിനും എത്ര വലിയ പീഡനങ്ങൾക്കും ക്രിസ്തുവിൻ്റെ ഉള്ളിലുള്ള വെളിച്ചത്തെ അണയ്ക്കാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, ആ ഇരുട്ടിലും ഈ വെളിച്ചം ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുക. അതുകൊണ്ട് യോഹന്നാൻ പറയാണ്, യേശുവിൻ്റെ ജീവൻ എന്ന് പറയുന്നത് മനുഷ്യർക്ക് മുഴുവൻ വെളിച്ചമായിരുന്നു. അതിനടുത്ത താഴെ പറയാണ്, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദാറ്റ് മീൻസ് ഒരിക്കലും ഇരുളിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. എത്ര ശക്തമായ ഇരുൾ വന്നാലും ഈ വെളിച്ചത്തെ പിടിച്ചടക്കാൻ സാധിക്കത്തില്ല. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു വെളിച്ചമില്ല. നമ്മളൊരാൾ നോക്കി ചിരിക്കുവാണെങ്കിൽ നമ്മൾ തിരിച്ചിരിക്കും. ഇന്നലെ വരെ ചിരിച്ചുകൊണ്ട് നടന്ന ആൾ ഇന്ന് നമ്മൾ അങ്ങോട്ട് ചിരിച്ചിട്ടും തിരിച്ച് ചിരിക്കാതെ ദേഷ്യത്തിൽ നിങ്ങളെ നോക്കി ഒരു പുച്ഛത്തോടെ പോയി കഴിഞ്ഞാൽ
നിങ്ങൾ എന്ത് പറയുന്നറിയാം, അവൻ എന്നെ കണ്ടിട്ട് ഇന്ന് മൈൻഡ് ചെയ്തില്ല. അടുത്ത വാക്യം എന്താണെന്നറിയോ, ഞാനും മൈൻഡ് ചെയ്യാൻ പോയില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവിടെ നിരുട്ട് വന്നപ്പം എനിക്കെന്ത് സംഭവിച്ചു? ഞാനും അങ്ങ് ഓഫ് ചെയ്തു. വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ഭാര്യ മിണ്ടുന്നില്ല. ഞാൻ വിചാരിച്ചു ഞാനും മിണ്ടുന്നില്ല. അവൾ ഇരുട്ടാണെങ്കിൽ ഞാൻ അതിനേക്കാളും വലിയ ഇരുട്ടാ. വെളിച്ചം എവിടെ? വെളിച്ചമില്ല. എന്നെ വന്ദനം ചെയ്യുന്നവരെ മാത്രം ഞാൻ വന്ദനം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അർത്ഥം എന്താ? വന്ദനം ഇങ്ങോട്ട് വരുമ്പം വന്ദനം അങ്ങോട്ടും പോകും. അപ്പം നമ്മൾ റിഫ്ലക്റ്റേഴ്സ് ആണോ ലൈറ്റാണോ? നമ്മൾ വെറും റിഫ്ലക്റ്റേഴ്സാണ്. നമ്മുടെ ഉള്ളിൽ ജീവനില്ല. നമുക്ക് പ്രാണനുണ്ട്, നമുക്ക് എക്സിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ യേശുവിനുണ്ടായിരുന്ന ആ വെളിച്ചമാകുന്ന ജീവൻ നമുക്കില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവർ തരുന്നതാണ്, നമുക്ക് സ്വന്തമായിട്ടില്ല. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ആർജിത സ്വഭാവങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ളവരെ നോക്കി കണ്ട് അവരെങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പഠിച്ച് അതുപോലെ നമ്മളൊരു ബിഹേവിയർ ഉണ്ടാക്കി എടുക്കുക. പറ്റിക്കുന്നവരുടെ അടുത്ത് നമ്മൾ അതിനേക്കാളും ബുദ്ധിയുള്ളവർ. 5 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ 15 രൂപൻ്റെ അടിച്ചു മാറ്റുന്നവനാണ് മിടുക്കൻ. ഒന്ന് ഇങ്ങോട്ട് അടിക്കാൻ കൈ പൊങ്ങുന്നതിന് മുമ്പ് അവനെ അടിച്ചിരുത്തുന്നവനാണ് മിടുക്കൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഇന്ത്യക്ക് ഇത്രയേ ശത്രുക്കളില്ല, ഇവരെല്ലാം കൂടെ ആക്രമിക്കാൻ വന്നു കഴിയുമ്പം ഇന്ത്യക്കാരൻ എന്നാൽ പിന്നെ ഞങ്ങളുടെ രാജ്യങ്ങളെല്ലാം എടുത്തോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? തിരിച്ചു പൊട്ടിക്കണ്ടേ? ഇല്ലേ, വേണ്ടേ? തിരിച്ചു പൊട്ടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന് അതിൻ്റെ ശത്രുക്കൾക്കെതിരെ നിന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ഐഹിക രാജ്യമില്ലാത്തത്. യേശുക്രിസ്തുവിൻ്റെ രാജ്യം ഒരിക്കലും ഐഹികമാകാത്തതിൻ്റെ കാരണം, നമുക്ക് പോയി നമ്മുടെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു രാജ്യം ഇല്ല. എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തിന് എന്ത് ചെയ്തേ പറ്റുള്ളൂ? അതിൻ്റെ ശത്രുക്കളെ ഓടിച്ചേ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ശത്രുക്കളെ ഓടിക്കുന്ന ഒരു രാജ്യം കർത്താവ് ഉണ്ടാക്കിയില്ല. കർത്താവ് ഉണ്ടാക്കിയത് ഐഹികമായ രാജ്യം. അപ്പം നമ്മൾ ഇന്ത്യക്കാരനാണ്, പട്ടാളക്കാരനാണെങ്കിൽ നമ്മളും പോയി തോക്കുമായിട്ട് ചെല്ലും. പക്ഷേ അത് ഇന്ത്യ മഹാരാജ്യമാണ്, അതൊരു ഐഹിക രാജ്യമാണ്, അത് നമ്മുടെ രാജ്യമാണ്, ഈ ദേശമാണ്. ഓക്കെ. പക്ഷെ ക്രിസ്തുവിൻ്റെ രാജ്യം അങ്ങനെയല്ല. അതിന് ദേശമോ ബൗണ്ടറി ഒന്നുമില്ല. അത് ആത്മാവിനാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ ആത്മാവിനാൽ അകത്ത് ഉണ്ടാകുന്ന ഒരാധിപത്യമാണ് ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ. അതിന് ആയുധങ്ങളില്ല, നമുക്കെതിരെ വരുന്നവനെതിരെ നമുക്ക് റെസിസ്റ്റൻസ് ഇല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും, എന്ത് കഴിവില്ലാത്തവന്മാരെ പൊട്ടിക്കണ്ടേ തിരിച്ച്. കർത്താവ് പറയും, നാട്ടുകാരൊക്കെ അങ്ങനെ പറയും, പക്ഷേ ലൈറ്റ് ഓൺ ചെയ്യാൻ പാടില്ല, ഓഫ് ചെയ്യാൻ പാടില്ല. എന്ത് ലൈറ്റാ? സ്നേഹം എന്ന ലൈറ്റ് ആരുടെയും മുമ്പിൽ ഓഫ് ചെയ്യരുത്. അവർക്ക് ഇന്ന് മനസ്സിലായില്ലെങ്കിലും നാളെ ഒരു ദിവസം അത് മനസ്സിലായിക്കോളും. ഓക്കെ. അപ്പോൾ ഈ ലൈഫിനെ കുറിച്ച് നമുക്ക് മത്തായിയുടെ, മർക്കോസിൻ്റെ, ലൂക്കോസിൻ്റെ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ഈ ഒരു ജീവനെക്കുറിച്ചുള്ള 1-2 പരാമർശങ്ങളുണ്ട്. ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളോട് പറയാം. ഒരു ദിവസം കർത്താവ് യേശുക്രിസ്തു യെരുശലേമിലേക്ക് പോകുന്ന വഴിയിൽ അവന് വിശന്നു. കർത്താവ് ചെയ്ത കാര്യങ്ങൾ ഒരു ഇത്തിരി ക്രൂരമായ കാര്യമെന്ന് എനിക്ക് തോന്നിയ ഒരൊറ്റ കാര്യമുള്ളൂ. ഈ ക്രൂരമായൊരു കാര്യം എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ്. വിശന്നപ്പോൾ വഴിയിലൊരു അത്തിമരം നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത്തിമരത്തിൻ്റെ അടുത്ത് നിന്ന് പഴം നോക്കിയപ്പം പഴമില്ല, ഇല മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി മേലാൽ നീ ആർക്കും പഴം കൊടുക്കാതെ പോകട്ടെ, ഫലം കൊടുക്കാതെ പോട്ടെ എന്ന് പറഞ്ഞ് അതിനെ ശപിച്ചു. അത്തിമരം ഉണങ്ങിപ്പോയി. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. എന്നെ ബൈബിളിൽ വേദനിപ്പിച്ചിട്ടുള്ള ഒരു വാക്യം അതാണ്. ഞാൻ ചെറുപ്പത്തിൽ വായിക്കുമ്പോൾ എല്ലാം ആലോചിക്കുക, എന്നാൽ ആ പാവം അത്തിമരം എന്തുമാത്രം വിഷമിച്ച് കാണും. നമ്മൾ സീസൺ അല്ലാത്ത സമയത്ത് നിന്ന് ഒരു പ്ലാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു ചക്കപ്പഴം വേണമല്ലോ എന്ന് പറയുമ്പം പ്ലാവ് പറയും, മാർച്ചിൽ വാ എന്ന് പറഞ്ഞ് ഇനി മേലാ നീ ആർക്കും ചക്കപ്പഴം കൊടുക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞ് അതിനെ നമ്മൾ മുറിച്ച് കളഞ്ഞാൽ അതൊരുമാതിരി ഒരു സുഖമില്ലാത്ത പരിപാടിയാണ്. പക്ഷെ കർത്താവ് എന്തിനാ അങ്ങനെ അത്തിമരത്തോട് പറഞ്ഞു എന്നുള്ള കാര്യം ഞാൻ ഒത്തിരി കാലം ആലോചിച്ചു. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? പിന്നെ ഒരു ദിവസം എനിക്ക് പെട്ടെന്നത് മനസ്സിലായി. കാരണം കർത്താവ് ഫലം അന്വേഷിക്കുന്നത് സീസണിലല്ല ഒരിക്കലും. നമ്മുടെ കാര്യം പറഞ്ഞാൽ അങ്ങനെ. ഇപ്പം എന്നോട് കർത്താവ് ഫലം ചോദിക്കില്ല, കാരണം ഇപ്പോൾ സീസണാണ്, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് എപ്പോഴാണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഏതെങ്കിലും ശത്രുവിന് മുമ്പ് ഞാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ മുമ്പ് ഞാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പിള്ളേരോട് വഴക്കുണ്ടാക്കുമ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംസാരത്തിന് നടുവിലോ ആളുകളുടെ ഇടയിലോ ഞാൻ ആകുമ്പോൾ കർത്താവിനോട് ചോദിക്കും, എന്തിയാടാ നിൻ്റെ ഫലം? അപ്പം ഞാൻ പറയും, ഇപ്പോൾ സീസണല്ല, ഇവന്മാരൊന്നും പോട്ടെ, എൻ്റെ ഒറിജിനൽ ഫലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കർത്താവ് പറയും, ഇങ്ങനത്തെ ഫലം കൊണ്ട് പരിപാടി നടക്കുകയില്ല, നീ ആർക്കും ഫലം കൊടുക്കണ്ട, എവിടെയെങ്കിലും അടങ്ങിയിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
എല്ലാ സീസണിലും കൊടുക്കുന്ന ഫലമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അത് ശത്രുവിന് മുമ്പിലും അങ്ങനെയാണ്, മിത്രത്തിന് മുമ്പിലും അങ്ങനെയാണ്. കാരണം ഇത് അകത്തുനിന്ന് വരുന്ന സ്വഭാവമാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ആത്മാവിൻ്റെ സ്വഭാവം നമ്മുടെ അകത്തുനിന്ന് വരുന്നതാണ്. സ്നേഹമെന്ന് പറയുന്നത് അവനെ കണ്ടിട്ട് ഞാൻ തീരുമാനിക്കുന്നതല്ല, അത് ആത്മാവിൻ്റെ ഉള്ളിൽ തരുന്നതാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഹി ഹാഡ് എ സ്പിരിച്വൽ നേച്ചർ. ആ നേച്ചറാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അതൊരു മതമല്ല. ഇതൊരു മതമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എല്ലാവരും അങ്ങനെ പറയും, പക്ഷെ ഇതും മതമാണ്. അല്ല. എന്തുകൊണ്ടല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടുമായിരിക്കും. ക്രിസ്തീയ വിശ്വാസത്തിലുള്ളൊരു പ്രത്യേകത, നിങ്ങൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്ത് ധരിക്കണം, എന്ത് ധരിക്കരുത്, എപ്പോൾ എഴുന്നേക്കണം, എത്ര മണിക്കൂർ ഉറങ്ങണം, ഒന്നും പറഞ്ഞിട്ടില്ല. എത്ര നേരം പ്രാർത്ഥിക്കണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. കല്യാണം എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല. ശവസംസ്കാരം എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല. ഞായറാഴ്ച കൂടി വന്നാൽ എന്തെല്ലാം ചെയ്യണമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ മതപരമായ വസ്ത്രധാരണമോ ആഹാര രീതിയോ ജീവിത രീതിയോ എഴുന്നേക്കലോ കിടക്കലോ ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് പരിവർത്തനം സംഭവിച്ച ജീവിതങ്ങളെക്കുറിച്ച് മാത്രമാണ്. അതുകൊണ്ടാണ് ഇത് മതമല്ല എന്ന് പറയുന്നത്. ഇറ്റ്സ് അബൌട്ട് എ ന്യൂ ലൈഫ്, എ ന്യൂ നേച്ചർ. ക്രിസ്തുവിലുള്ള ഒരു പുതിയ പ്രകൃതത്തെക്കുറിച്ചാണ്. അതായത് യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി നമ്മൾ മാറുന്നതിനെക്കുറിച്ച് മാത്രമാണ് പുതിയ നിയമം പറയുന്നത്. അങ്ങനെ മാറിയവരുടെ കൂട്ടമാണ് സഭ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് ജീവൻ ക്രിസ്തുവിനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇരുട്ടിൽ പ്രകാശിക്കുന്ന ജീവൻ, എപ്പോഴും ഓണായിരിക്കുന്ന സ്വിച്ച്, ഓക്കെ, നീതിമാന്റെ മേലും നീതി കെട്ടവൻ്റെ മേലും ഒരുപോലെ മഴയെ പെയ്യുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്വഭാവം. കൂടുതൽ പൈസ ഇട്ടാൽ നിനക്ക് ഞാൻ ബിസിനസ്സിൽ കൂടുതൽ അഭിവൃദ്ധി തരാം എന്ന് പറയാത്ത ദൈവം. അതിനൊരു കഥയും കൂടെ ഞാൻ പറയാം, ബൈബിളിലുള്ള കഥയാണ്. പത്രോസും ശിഷ്യന്മാരും ആദ്യം കർത്താവ് വിളിക്കുമ്പോൾ അവർ മീൻപിടുത്തക്കാരായിരുന്നു. ലൂക്കോസിൻ്റെ 5 നമ്മൾ കാണുന്നത് അവർ മീൻ പിടിക്കാൻ വേണ്ടി രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട ഒരു ദിവസം. എനിക്ക് ഭയങ്കര വേദന തോന്നിയത് അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചെന്ന് പറഞ്ഞപ്പോഴാണ്. ഈ രാത്രി മുഴുവൻ ഒരാൾ അധ്വാനിക്കണമെങ്കിൽ, ഉറക്കമിളച്ച് അധ്വാനിക്കണമെങ്കിൽ അത്രമാത്രം ദാരിദ്ര്യം ഉണ്ടായിരിക്കണം. ഒരു 2 മണിയാകുമ്പോഴും 3 മണിയാകുമ്പോഴും 4 മണിയാകുമ്പോഴും ഒന്നും ഉറങ്ങാൻ പോകാതെ രാത്രി മുഴുവൻ അവർ അധ്വാനിക്കണമെങ്കിൽ അവർക്ക് അത്ര ദാരിദ്ര്യം ആ വീട്ടിലുണ്ടായിരുന്നിരിക്കണം. അങ്ങനെ നേരം വെളുക്കുന്നത് വരെയും അവരാ ഗന്നസരെ തടാകത്തിൽ, അല്ല ഗലീല കടലിൽ ഇവർ വല വീശിക്കൊണ്ടേയിരുന്നു. രാവിലെ കർത്താവ് വന്ന് അവരോട് സംസാരിച്ച ശേഷം പറഞ്ഞു, നീ ആഴത്തിലേക്ക് നീക്കി വല വീശുക. അപ്പോൾ നമുക്കറിയാം പത്രോസ് ആഴത്തിലേക്ക് നീക്കി വല വീശ. അപ്പം കർത്താവ് എവിടെയായിരുന്നു? കർത്താവ് ഈ പത്രോസിൻ്റെ പടകിലായിരുന്നു. അപ്പോൾ പത്രോസ് ആഴത്തിലേക്ക് വല വീശി കഴിഞ്ഞപ്പോഴേക്കും ഈ വലയ്ക്കകത്ത് പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. ഭയങ്കര കൊയ്ത്ത്, സൂപ്പർ ബിസിനസ്. കാരണം അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ബിസിനസ് അല്ല അന്നിനി നടക്കാൻ പോകുന്നത്. കാരണം എന്താ? കർത്താവ് പടകിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് എന്താ? കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ പടകിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ബിസിനസ്സിന് ഇറങ്ങിയാലും ജയിക്കും. അതല്ല അവിടുത്തെ സന്ദേശം. കാരണം ഞാനായിരുന്നു പത്രോസിൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ കർത്താവിൻ്റെ തീർച്ചയായിട്ടും പറഞ്ഞേനെ, കർത്താവേ എനിക്ക് ഇന്നത്തെ ബിസിനസ് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയും നാളും അതിൻ്റെ വൈബ്രേഷനൊക്കെ വേണം, എന്നാലേ അതിൻ്റെ ഒരു സ്റ്റൈൽ വരുള്ളൂ. ഇത്രയും നാൾ ഞാൻ കർത്താവില്ലാതെ പല ബിസിനസ്സും ചെയ്ത് എല്ലാം പൊട്ടി. ഇപ്പോഴാണ് മനസ്സിലായത് ബിസിനസ് രക്ഷപ്പെടണമെങ്കിൽ കർത്താവ് നമ്മുടെ കപ്പലിൽ വേണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കർത്താവിനോട് പറഞ്ഞിട്ട് കർത്താവിനെ വിളിച്ചോണ്ടേ നമ്മൾ എങ്ങോട്ട് പോകാവുള്ളൂ? ഈ മീൻ പിടിക്കാൻ പോകാവുള്ളൂ. എന്നിട്ട് കർത്താവിനോട് പറയാണ്, കർത്താവേ ഇനി മേലിൽ ഞാൻ ഒറ്റയ്ക്കുള്ള ബിസിനസ് നിർത്തി, ഇനി നീയാണ് എൻ്റെ ബിസിനസ് പാർട്ട്ണർ. ആരാണ്? കർത്താവ്.
സാധാരണ ലോകത്തിലുള്ളൊരു ബിസിനസ് പാർട്ട്ണറെ ഞാൻ ആക്കി കഴിഞ്ഞാൽ 50-50 കൊടുക്കേണ്ടി വരും. പക്ഷെ കർത്താവിന് വെറും 10% കൊടുത്താൽ മതി, നമ്മുടെ പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്തോളൂ. അപ്പോൾ ഏതാ ലാഭം? അപ്പം ഞാൻ കർത്താവിനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 100 മീൻ എനിക്ക് കിട്ടുവാണെങ്കിൽ കർത്താവേ 10 മീൻ നിനക്ക് കൃത്യമായിട്ട് ഞാൻ തന്നിരിക്കും. അപ്പോൾ കർത്താവ് പറയണം, ആണോ നീ എനിക്ക് 10 മീൻ തരുമോ? എന്നാൽ ഞാൻ ഇന്ന് നിൻ്റെ കൂടെ മീൻ പിടിക്കാൻ വരുമോ? ഇതെന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ ഞാൻ പറഞ്ഞതിനകത്ത്? അങ്ങനെ കർത്താവിനെ കുറിച്ച് സങ്കല്പിക്കാൻ പറ്റുമോ? ഈ 10 മീൻ മേടിച്ചിട്ട് ബിസിനസ് നന്നാക്കി കൊടുക്കുന്ന ദൈവം. സഹോദരങ്ങൾ, ഇന്ന് വെളിയിൽ നിങ്ങൾ കേൾക്കുന്ന മിക്കവാറും എല്ലാം ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ 10% ഇട്, കർത്താവ് നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്താൻ പോകുന്നു. അങ്ങനൊരു സുവിശേഷം ഇല്ല. ഈ മീൻ എല്ലാം കൂടെ കിട്ടിയപ്പം പത്രോസ് എന്താ ചെയ്തേ? അതാരും പറയല്ല. എന്താ ചെയ്തെന്നറിയോ? കർത്താവിന് പറഞ്ഞു, കർത്താവ് ഇനി മേലാൽ ഈ വഴിക്ക് വരരുത്. നമ്മളെന്നെ എന്നാ പറഞ്ഞേ? നീ വഴിക്കല്ലാതെ വേറൊരു വഴിക്കും പോകരുത്, ആരുടെയും പടകിലും കയറരുത്, എൻ്റെ പടകിൽ തന്നെ കയറണം. കാരണം നിന്നെ എനിക്ക് വേണം എൻ്റെ ബിസിനസ് രക്ഷപ്പെടുത്താൻ. അപ്പൊ കർത്താവ് ആരാ? നമ്മുടെ ബിസിനസ് രക്ഷപ്പെടുത്താൻ വേണ്ടി കൂലിക്ക് വർക്ക് ചെയ്യുന്ന ഒരു അഡ്വൈസർ. എവിടെ വല വീശണം? പക്ഷെ പത്രോസ് പറഞ്ഞെന്താണെന്നറിയോ? പത്രോസ് പറഞ്ഞത്, അയ്യോ എന്നെ വിട്ടുപോ, എൻ്റെ അടുത്ത് നീ വരരുത്, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. ഈ കർത്താവിനെ ശരിക്ക് അനുഭവിച്ചിട്ടുള്ളവർക്ക് ആദ്യം മനസ്സിലാവുന്ന ഒരു കാര്യം, അയ്യോ എൻ്റെ തലവേദനയാണേ എന്നെ മാറ്റിത്തരണം, അങ്ങനെയല്ല തോന്നുന്നത്. ഞാൻ പാപിയായൊരു മനുഷ്യൻ എന്നാണ് തോന്നുന്നത്. കാരണം നിങ്ങൾ ഇത്രയും നേരം ഞാൻ മത്തായിയുടെ, മർക്കോസിൻ്റെ, ലൂക്കോസിൻ്റെ സുവിശേഷം വായിച്ചപ്പോൾ യേശുവിൻ്റെ ജീവനെക്കുറിച്ചും നീതിയെക്കുറിച്ചും പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായില്ലേ? നമ്മളെല്ലാം പോക്കാന്ന്. ഞാൻ എൻ്റെ അയൽവക്കക്കാരനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ മിടുക്കനാ. എന്നെപ്പോലെ നല്ലവൻ ആരുള്ളൂ? എൻ്റെ സഹോദരങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം, എൻ്റെ സഭയിലിരിക്കുന്നവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഞാൻ ഭയങ്കര മിടുക്കനാ. പക്ഷെ കർത്താവ് പറഞ്ഞു, അതുകൊണ്ടൊന്നും പരിപാടി നടക്കില്ല, ഈ സ്വിച്ച് ഓഫ് ആകാത്ത നീതിയാണ്. ഇത് മനസ്സിലാവുമ്പോഴാണ് എനിക്ക് പിടികിടുന്നത് ഞാൻ പോക്കാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് മീനില്ലെന്നുള്ളതല്ല, എനിക്ക് രോഗമുണ്ടെന്നുള്ളതല്ല, ഞാൻ പാപിയാണ് എന്നുള്ളതാണ്. വേറൊരു ഭാഷയെ പറഞ്ഞാൽ, എനിക്ക് ദൈവിക ജീവനില്ല, എനിക്ക് സൂചിക്കുഴലിലൂടെ കിടക്കാൻ സാധിക്കില്ല, എനിക്ക് കർത്താവിൻ്റെ ഒരു കൽപ്പനയും അനുസരിക്കാനുള്ള കഴിവില്ല, ഞാൻ എല്ലാ കൽപ്പനയും ലംഘിക്കുന്ന ഒരു പാപിയാണെന്നുള്ള ബോധമാണ് ഈ ദൈവത്തെ കാണുമ്പം, ദൈവത്തെ അറിയുമ്പം, ദൈവത്തെക്കുറിച്ച് കേൾക്കുമ്പം, ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിക്കുമ്പോൾ നമ്മളിലേക്ക് ആദ്യം വരേണ്ടത്. അപ്പൊ കർത്താവ് നമ്മുടെ ഇടയിലേക്ക് വന്നു എന്ന് പറയുമ്പോഴേക്കും ആദ്യം അയ്യോ അത്ഭുതം അത്ഭുതം നല്ല നോക്കേണ്ടത്, ഉടനെ നോക്കേണ്ടത് എൻ്റെ കർത്താവേ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ചിന്തിക്കേണ്ടത്. കാരണം എൻ്റെ പാപമാണ് എനിക്കും ദൈവവും ഇടയിലുള്ള ആകെയുള്ളൊരു പ്രശ്നം. വേറൊരു ഭാഷയെ പറഞ്ഞാൽ, എനിക്ക് അവൻ്റെ ജീവനില്ല, ഞാൻ എൻ്റെ ജീവിതം തന്നെയാണ് ജീവിക്കുന്നത്, എനിക്ക് ദൈവിക ജീവൻ്റെ പങ്കാളിത്തമില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം. ഇന്ന് എന്നെ കേൾക്കുന്ന പല ആളുകൾക്കും, പല സ്ഥലങ്ങളിൽ ഇരുന്ന് കേൾക്കുന്നവർക്കും ഒത്തിരി പ്രോബ്ലംസ് ഉള്ളവരായിരിക്കും. പക്ഷെ യഥാർത്ഥ പ്രോബ്ലം ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം ശരിയല്ല എന്നുള്ളതാണ്. പാപം അതിന് തടസ്സമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെ സംബന്ധിച്ച് സത്യമാണ്. കാരണം വേദപുസ്തകം പറയുന്നത് നീതിമാൻ ആരുമില്ല എന്നാണ്. കാരണം ദൈവത്തിൻ്റെ നിലവാരം അതാണ്. മനുഷ്യരുടെ നിലവാരം വെച്ച് നോക്കിയാൽ നീതിമാന്മാർ ഒത്തിരി പേരുണ്ട്, നമ്മൾ അങ്ങനെയാണ് നോക്കുന്നത്. അയാൾ വളരെ നല്ല മനുഷ്യനാ കേട്ടോ. പക്ഷെ ദൈവം നോക്കുന്നത് ദൈവത്തിൻ്റെ നിലവാരം വെച്ചാണ്, അകത്തെ മനുഷ്യനെയാണ്. ഈ അകത്തെ മനുഷ്യനെ ദൈവം എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ദിവസം ഒരാൾ വന്ന്, ഒരു സ്ത്രീ വന്ന് എൻ്റെ ഭാര്യയെ ചുമ്മാ ഒരു വഴക്കുണ്ടാക്കിയിട്ട് കാരണക്കുറ്റി നോക്കി ഒരു 3 അടി അടിച്ചു. അപ്പം ഞാൻ കുറച്ച് ദൂരെ നിന്നിത് കാണുമായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 അടി അടിക്കുമ്പോൾ എൻ്റെ ഭാര്യ തിരിച്ചടിക്കുകയോ തള്ളി മാറ്റുമോ ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കുമായിരുന്നു, എന്നെക്കൊണ്ട് ഇത് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നെ എത്ര പ്രസംഗിച്ചാലും തല്ല് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നതെന്ന്. ആഗ്രഹമുണ്ട് നിന്ന് കൊള്ളണമെന്ന്.
പക്ഷേ ഈ അടിക്കുന്നവൻ്റെ ശക്തി അനുസരിച്ചിരിക്കും അത്. ശരിക്കും വേദന എടുത്താൽ നമ്മൾ പിന്നെ അടുത്ത മൊമെൻറ്റിൽ എന്താ ചിന്തിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് ഇതെങ്ങനെ കഴിഞ്ഞു എന്ന് ഞാൻ അത്ഭുതത്തോടെ ഓർക്കുകയും ഞാൻ എൻ്റെ വീടിന് ചുറ്റും നടന്ന കർത്താവിനോട് നന്ദി പറഞ്ഞത്, എൻ്റെ കർത്താവ് എൻ്റെ ഭാര്യയ്ക്ക് നിൻ്റെ ഒരു കൽപ്പന അനുസരിക്കാൻ ഞങ്ങൾ പാടുപെടുവാണ്, ഇതൊരെണ്ണം അനുസരിക്കാനുള്ള കൃപ കൊടുത്തല്ലോ എന്ന് പറഞ്ഞപ്പം കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, അതിനകത്തൊന്നും ഒന്നുമില്ല, എനിക്കൊരു പ്രസാദമില്ല. കാരണം ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ തല്ലുകൊണ്ടെന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും ആ തല്ലിയ ആളോടുള്ള വൈരാഗ്യമാണ് ഹൃദയത്തിൽ മുഴുവൻ കിടക്കുന്നത്. ഇത് എത്ര തൂത്തിട്ടും പോകുന്നില്ല. എനിക്ക് ആ സ്ത്രീയോടുള്ള വൈരാഗ്യം കളയണേന്ന് പറഞ്ഞാൽ ഈ അടി കൊണ്ട് എൻ്റെ സ്റ്റിങ്ങിങ് പെയിൻ എൻ്റെ ഭാര്യയുടെ കവിളത്ത് കിടക്കുന്നിടത്തോളം ആ കണ്ണാടിയിൽ നോക്കുന്തോറും ആ സ്നേഹിക്കാൻ എങ്ങനെ പറ്റും? നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്നില്ല. സോ വി ആർ സോ ഇന്നാഡിക്വേറ്റ്. അപ്പം ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമുക്ക് നമ്മളെ ക്ലീൻ ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവമായിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ദൈവമായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവമില്ല. നമുക്ക് എല്ലാവർക്കും ആരുടെ സ്വഭാവം ഉള്ളത്? നമ്മുടെ അപ്പനമ്മമാരുടെ സ്വഭാവം ഉള്ളത്. ഈ അപ്പനമ്മമാരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയലേ, അവൻ്റെ അപ്പൻ്റെ അതേ സ്വഭാവം. അതെങ്ങനെ വന്നത്? പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അപ്പം മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. കാരണം നമ്മുടെ എല്ലാം പൊതുപൂർവികൻ ഒന്നാണ്. അതുകൊണ്ട് ആ നേച്ചർ, ആ ജീനുകൾ അല്ലേ, ആ ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിലേറ്റവും എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു സ്വഭാവം എന്താണെന്ന് പറയട്ടെ, സകല മനുഷ്യർക്കുള്ളത്, നമ്മളെല്ലാവരും അപ്പൻ്റെ മക്കളാന്ന് തെളിയിക്കുന്ന ഒരു സ്വഭാവം എന്നെ കേൾക്കുന്നവർക്കും എനിക്കും എല്ലാവർക്കും ഉണ്ട്. എന്താണെന്ന് പറയട്ടെ, നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് വഴക്കുണ്ടാക്കിയിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു 70% സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ കുഴപ്പമല്ല, അയാളുടെ കുഴപ്പമെന്നാണ്. നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് 100% ഉറപ്പാണ് നിങ്ങളുടെ കാരണമല്ല, നിങ്ങളുടെ പാർട്ട്ണർ കാരണമാണ്. ഉറപ്പാണ്. അത് ആ പാർട്ട്ണറോട് ചോദിച്ചാലും അങ്ങനെ തന്നെയാണ്. അവർ കാരണമല്ല. ഇത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെ സ്വഭാവമാണ്. കാരണം ഈ ആദമിൻ്റെ മക്കൾക്കല്ല ഒരു പ്രത്യേകത ഉണ്ട്. ആദമിൻ്റെ മക്കളുടെ എല്ലാ ഹൃദയത്തിലും ഒരു കോടതിയുണ്ട്. ഈ കോടതി ലോകത്തിലേക്കും തല്ലിപ്പൊളി കോടതിയാണ്. കാരണം നമ്മുടെ കോടതിയിലൊക്കെ ഒരു നീതിന്യായ ദേവതയുടെ ഒരു ഫോട്ടോ, ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. കണ്ണ് മൂടിക്കെട്ടിയിട്ട് ഒരു ത്രാസം പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? ആ നീതിക്ക് കണ്ണില്ലെന്ന് പറയുന്നത്. ആരാ നോക്കില്ല, അപ്പനാണോ ചേട്ടനാണോ അമ്മൂപ്പനാണോ അപ്പൂപ്പനാണോ ഒന്നും നോക്കില്ല. നീതി കണ്ണ് പൊത്തിപ്പിടിച്ചാണ് നിൽക്കുന്നത്. നീതി അതായത് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന അപ്പൂപ്പനായാലും കൊച്ചുമോനായാലും ഭാര്യ ആയാലും ഭർത്താവായാലും അത് നോക്കില്ല. ഐസ് ആർ ക്ലോസ്ഡ്. പക്ഷെ ഈ നമ്മുടെ ഉള്ളിലുള്ള കോടതി അങ്ങനെയല്ല. അതിനാകെ ഒരു ലക്ഷ്യമുള്ളൂ, എന്നെ രക്ഷപ്പെടുത്തി വിടണം. അത് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരാളൊരു വഴക്കുണ്ടാക്കി അതും ഇതൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചോ, അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വണ്ടിയിൽ തിരിച്ചു പോകുമ്പോൾ ഞാനിലേക്ക് മോശമായി പോയി, വേണ്ടായിരുന്നു, പറയണ്ടായിരുന്നു, എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വന്നുപോയി, കഷ്ടം എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ കോടതി വർക്ക് ചെയ്യും. കോടതി വർക്ക് ചെയ്തിട്ട് കോടതി പറയും, അവൻ അങ്ങനെ കാണിച്ചോണ്ടല്ലേ നീ അങ്ങനെ പറഞ്ഞത്. അത് ശരിയാണല്ലോ. അവൻ അങ്ങനെ പറയാൻ കൊള്ളാവോ? അത് ശരിയാ. അപ്പം ഞാൻ പറഞ്ഞതിനകത്തും ഇല്ല, കുഴപ്പമൊന്നുമില്ല. അത് തന്നെ, അവന് വേണ്ടതായിരുന്നത്. ഇതാരാ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നല്ലോ? ഈ കോടതി ഭയങ്കര ഹാർഡ് വർക്കിംഗാണ് നമ്മുടെ ഉള്ളിൽ. കാരണം ഈ കോടതി നമ്മുടെ ഒറിജിനൽ പിക്ചർ കാണിച്ചത് നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ ന്യായീകരിച്ച് നമ്മൾ കുഴപ്പമില്ലാത്തവരാണെന്ന് ആശ്വസിപ്പിച്ചിട്ടാണ് നമ്മളെല്ലാ ദിവസവും ഉറങ്ങാൻ വിടുന്നത്. ഇത് ലോകത്തിലുള്ള സകല മനുഷ്യർക്കുണ്ട്. അവനവനെ നീതീകരിക്കുന്ന, എൻ്റെ കുഴപ്പമല്ല കേട്ടോ എന്ന് പറയുന്ന. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് ഇന്ന് വൈകിട്ട് നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾ വളരെ പാവങ്ങളാണ്, നിങ്ങൾക്ക് നല്ലതായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണ് മര്യാദ ഇല്ലാത്ത ആളെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് മനസ്സിലാവുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഈ ആദമിൻ്റെ സന്തതികളായതുകൊണ്ടും ആ സ്വഭാവം ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഉൽപ്പത്തിയുടെ ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി. അതിനകത്ത് ഇവർ രണ്ടുപേരുടെ പാപം ചെയ്ത ശേഷം കർത്താവ് ചോദ്യം ചെയ്യുമ്പോൾ ഈ കോടതി നമുക്കവിടെ കാണാം. ആദമിനോട് ചോദിക്കും, ആദമേ ഞാൻ നിന്നോട് തിന്നരുതെന്ന് പറഞ്ഞ മരത്തിൻ്റെ പഴം തിന്നോ? അപ്പോൾ ആദം പറഞ്ഞു, നീ തന്ന ഭാര്യ തന്നു, ഞാൻ തിന്നു. അപ്പോൾ ആരാണ് പ്രതി? ഭാര്യയല്ല, നീ തന്ന ഭാര്യ. അപ്പോൾ ആരാ പ്രതി? ദൈവം. കാരണം ബൈബിളിൽ പറയുന്ന ആദം ഉറങ്ങിക്കിടന്നപ്പോഴാണ് ദൈവം ഹവ്വായെ കൊടുത്തതെന്ന്. ഇന്നത്തെ ആദാന്മാരെ പോലെ ശരിക്കും സൂക്ഷിച്ച് നോക്കി നല്ലത് തിരഞ്ഞെടുത്തതല്ല. അവൻ ബോധം കെട്ട് ഉറങ്ങിയപ്പം ദൈവം കൊടുത്തതാണ്. അപ്പം തീർച്ചയായിട്ടും ആദം നോക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭാര്യയെ തന്നിരുന്നെങ്കിൽ ആദം എന്ത് ചെയ്യില്ലായിരുന്നു? ഈ പഴം പറിച്ച്
തിന്നില്ലായിരുന്നു. ഹവ്വയോട് ചോദിച്ചപ്പം ഹവ്വ പറഞ്ഞത് ഈ പിശാച് എന്നെ പറ്റിച്ചെന്ന്. ഇന്ന് മിക്കവാറും പെന്തക്കോസുകാരെല്ലാം പറയുന്നത് അങ്ങനെ, അത് പിശാചിൻ്റെ പണിയാന്ന്. ആദം പറയുന്നത് ദൈവത്തിൻ്റെ പണിയാന്നും ഹവ്വ പറയുന്നത് പിശാചിൻ്റെ പണിയാന്ന്. അവനവൻ്റെ ആന്ന് പറയല്ല. ഒന്നുകിൽ ദൈവത്തെ പഴി പറയും, അല്ലെങ്കിൽ പിശാചിനെ പഴി പറയും. ഇത് രണ്ടിനെയും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളതിനെ പഴി പറയും. പക്ഷെ ഒരിക്കലും എന്നെ പഴി പറയാതെ എൻ്റെ തെറ്റാണ് എന്ന് പറയാൻ ഈ കോടതി നമ്മളെ സമ്മതിക്കുകയില്ല. ഇപ്പം മനസ്സിലായില്ലേ നമുക്കെല്ലാം ഒരു അപ്പൻ്റെ സ്വഭാവമാണ്. ഇതുപോലത്തെ കുറേ സ്വഭാവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അതുപോലെ നമ്മളെ ആൾക്കാർ പുകഴ്ത്തി പറയുമ്പം നമ്മുടെ ഉള്ളിൽ രസം ഉണ്ടാകത്തില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകത്തില്ലേ? ഓ, എനിക്കുണ്ടാകുമായിരുന്നു. ആൾക്കാരിങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ട് ഈ സ്റ്റേജിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കും എനിക്കിങ്ങനെ സ്ലോ മോഷനിൽ നടക്കാനൊക്കെ തോന്നുമായിരുന്നു. ആ ഒരു ഉൾപ്പുളകം ഉണ്ടല്ലോ ഈ പുകഴ്ത്തൽ കേൾക്കുമ്പം. വെറും തട്ടിപ്പാന്ന് അറിയാമെങ്കിലും അത് കേൾക്കുമ്പോൾ ഒരു രസമാണ്. ഇതെല്ലാം മനുഷ്യർക്കുണ്ട്. നമുക്ക് കുറേ സഹജ സ്വഭാവങ്ങളുണ്ട്. ഈ സ്വഭാവം വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ ഈ കുറ്റാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്യാമ്പ് നടത്തി. അപ്പോൾ അവിടെ വളരെ രസകരമായൊരു കാഴ്ചയുണ്ട്. നിങ്ങൾ ഈ കാഴ്ചകൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും. അവിടെ ഒത്തിരി മങ്കികളുള്ള ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഈ മങ്കികൾ, ഞാൻ നോക്കിയപ്പോൾ ഒരു മങ്കി ഞങ്ങൾ ആരോ ഒരാൾ കുടിച്ച മിറിൻഡായുടെ ബോട്ടിൽ, പിള്ളേരാരോ കുടിച്ച് വെച്ചത് 3/4 ഭാഗം ബാക്കിയുണ്ട്. അവരവിടെ ഇരുന്നപ്പോൾ സൈഡിൽ വെച്ചതാണ്. ഈ മങ്കി വന്ന് ആ മിറിൻഡ ബോട്ടിൽ എടുത്തുകൊണ്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ചത് 2 തട്ട് തട്ടിയിട്ട് അവിടെ ഇടുമെന്ന്. പക്ഷേ ആ മങ്കി അവിടെ ഇരുന്നുകൊണ്ട് ആ ക്യാപ്പ് തുറന്നു. എന്നിട്ട് മനുഷ്യർ കുടിക്കുന്ന പോലെ ആ മങ്കി ആ മിറിൻഡ മുഴുവൻ കുടിച്ചു. ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഈ മങ്കിക്ക് ഒരു നിക്കറും ഷർട്ടും ഇടിപ്പിച്ച്, ഒരു കണ്ണട ഒരു തൊപ്പിയൊക്കെ വെപ്പിച്ച്, ഒരു മിറിൻഡ ബോട്ടിലും കയ്യിൽ കൊടുത്ത് ഇങ്ങനെ നിർത്തിയാലും എന്നാ കാണിച്ചാലും അത് മങ്കി ആയിരിക്കുള്ളത്, മനുഷ്യനാകാൻ പറ്റിയല്ല. പറ്റുമോ? പറ്റിയല്ല. ആ മങ്കിയുടെ നേച്ചർ മാറ്റാൻ ഒരു വേഷം കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ എത്ര ഭക്തി അഭിനയിച്ചാലും, പ്രാർത്ഥിച്ച് വൈബ്രേഷൻ കാരണം സഹിക്കാൻ പറ്റാതെ ഒരു സ്ഥലത്ത് നിന്ന് തുള്ളി അപ്പുറത്തെ പറമ്പിൽ ചെന്നാലും നമ്മുടെ സ്വഭാവം മാറുകയില്ല, മാറ്റാൻ പറ്റില്ല. കാരണം യാതൊരു മതഭക്തിക്കും ആചാരങ്ങൾക്കൊന്നും ഒരു ട്രെയിൻഡ് മനുഷ്യനാക്കി മാറ്റാൻ പറ്റും. പക്ഷേ ഈ പ്രാകൃത സ്വഭാവം ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പ്രാകൃത സ്വഭാവം, എന്നോടുള്ള എൻ്റെ സ്നേഹം, അതിനെ മാറ്റാൻ ആർക്കും സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 2 സ്വഭാവങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്? എനിക്ക് എന്നോടുള്ള സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്. ആൾക്കാർ എന്നെ പുകഴ്ത്തി പറയുമ്പോൾ എന്താ എനിക്ക് ഇത്ര സന്തോഷം? നമ്മളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ആ ഗ്രൂപ്പ് ഫോട്ടോ ഒന്ന് നോക്കാൻ വേണ്ടി നിങ്ങളുടെ കൈ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ആരെയായിരിക്കും നോക്കുള്ളൂ? നിങ്ങളെ തന്നെ നോക്കുള്ളൂ. കാരണം നിങ്ങൾ പറയും എൻ്റെ പിള്ളേരെ എനിക്ക് എന്നേക്കാൾ സ്നേഹമാണ്. ചിലപ്പോൾ നമ്മൾ പറയും ഞാൻ എന്നേക്കാളും നിങ്ങളെയാണ് സ്നേഹിക്കുന്നത്. വെറുതെയാണ്. ഈ ഫോട്ടോ എടുത്തെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ നോക്കുള്ളൂ. അതിൻ്റെ കാരണം എന്താ? ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെല്ലാം സ്വാർത്ഥമാണ്. നമുക്കത് തൂത്ത് കളയാൻ പറ്റിയല്ല. നമ്മൾ എത്ര വിചാരിച്ചാലും പറ്റിയല്ലെന്നാണ്. അതുകൊണ്ട് മതപരമായ ചടങ്ങുകൾക്കൊന്നും ഒരു കാര്യമില്ലെന്ന്. ഇത് പണ്ടുകാലത്തെ വിശ്വാസികൾ കുറച്ചുകൂടെ അറിയാമായിരുന്നു. ഇന്നിപ്പോൾ ഇതൊന്നും അറിയാൻ മേല. പണ്ട് കാലത്ത് 200 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു പാട്ടുണ്ട്. നമ്മളെല്ലാം പാടാറുണ്ട്, പക്ഷെ അതിനകത്തുള്ളതൊന്നും ശ്രദ്ധിക്കാറില്ല. അതിനകത്ത് പറയുന്ന കൽപ്പനകൾ കാത്തിടുവാൻ ഒട്ടും പ്രാപ്തനല്ല ഞാൻ. വൈരാഗ്യമേറിയാൽ, അതായത് ഈ ലോകത്തോട് മുഴുവൻ എനിക്ക് വൈരാഗ്യമായി, ഞാൻ സന്യാസി ആയാലും എൻ്റെ അവയവങ്ങൾ വരെ ദാനം ചെയ്താലും, കണ്ണുനീർ ചൊരിഞ്ഞാലും, എൻ്റെ ഇടമുറിയാതെ എൻ്റെ കണ്ണുനീർ ധാരധാരെ ഒഴുകിയാലും വന്നിടാ പാപനാശം. പാപത്തെ നശിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം പ്രകൃതത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്നാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും എന്ത് സ്വഭാവമുണ്ട്? ഒരു മനുഷ്യ സ്വഭാവമുണ്ട്. ഈ മനുഷ്യ സ്വഭാവം നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നല്ല സ്വഭാവമല്ല. എന്നാൽ നല്ല സ്വഭാവം ഉള്ളവരും നമ്മുടെ ഇടയിൽ ഉണ്ട്. അപ്പം ചിലപ്പോൾ നമ്മളിങ്ങനെ പറയും, ഓ അയാൾ എന്ത് നല്ല മനുഷ്യനാണ്. ചിലപ്പം പത്രം വായിക്കും പറയാം, എൻ്റെ പത്രത്തിൻ്റെ ഒരു സൈഡിൽ കാണുന്നത്, ഓ എത്ര നല്ല മനുഷ്യൻ, കിഡ്നി കൊടുക്കുന്നു, സ്വന്തം സ്ഥലം വിറ്റ് പാവങ്ങളെ സഹായിക്കുന്നു, പൈസ ഇല്ലാത്ത പിള്ളേരെ കെട്ടിച്ചു വിടാൻ വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്രയോ നല്ല ദാനങ്ങൾ ചെയ്യുന്ന നല്ല ആൾക്കാർ ഇല്ല, ഇഷ്ടം പോലെ ഇല്ലേ. വേറൊരു പേജ് മറിക്കുമ്പം അപ്പനെ അമ്മയും കുത്തിക്കൊന്നവർ, 1/2 ഗ്രാം സ്വർണത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ വരെ കൊല്ലുന്നവർ, മഹാക്രൂരന്മാർ. മനുഷ്യരാണ്, എല്ലാം മനുഷ്യരാണ്. പക്ഷെ മനുഷ്യർ നമ്മൾ നോക്കുമ്പോൾ ചിലർ ഭയങ്കര നല്ലവരായിട്ടും
ചിലർ ഭയങ്കര മോശമായിട്ടും തോന്നുമെങ്കിലും ഈ വേദപുസ്തകം നോക്കുമ്പം എല്ലാം പാപികളായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും മനുഷ്യ സ്വഭാവമുണ്ട്, ചിലത് നല്ലതും ചിലത് ചീത്തയുമാണ്. പക്ഷെ ദൈവത്തിൻ്റെ സ്വഭാവമില്ല. അതായത് അണയാത്ത വെളിച്ചമില്ല, സ്വിച്ച് ഓഫ് ആക്കാത്ത സ്നേഹമില്ല, ക്രിസ്തുവിൻ്റെ മനസ്സില്ല. അതൊരു മനുഷ്യനുണ്ടാക്കാൻ സാധിക്കുകയുമില്ല. അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കാൻ സാധിക്കാത്തത്? നമ്മളെല്ലാം മനുഷ്യരായതുകൊണ്ട്. ഓക്കെ, ഇപ്പം സന്തോഷമായോ? അപ്പോൾ എന്താണ് സുവിശേഷം? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ഈ കർത്താവ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ശരിക്കും പാപത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നന്നാകാൻ പറ്റാത്തതെന്ന് ബൈബിളിൽ പറയുന്നതെന്ന് ശാസ്ത്രം പറയുന്ന അതേ കാര്യമാണ്. നമ്മുടെ ശരീരമാണ് പ്രശ്നമെന്നാണ് വേദപുസ്തകം പറയുന്നത്. ശരീരം എങ്ങനെയാണ് നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്? നിങ്ങളൊരു ഡോക്ടറോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. എന്തുകൊണ്ടാണ് ചില ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പം ദേഷ്യം വരുന്നത്? എന്തുകൊണ്ടാണ് ഒരു പുതിയ ടോയ് കിട്ടുമ്പോൾ അതിനോട് ഭയങ്കര സന്തോഷം ഉണ്ടാകും, കുറേ കഴിയുമ്പോൾ അത് എവിടെയെങ്കിലും വലിച്ചെറിയുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ സ്വഭാവം? അതേ സ്വഭാവം തന്നെയല്ലേ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 1-2 മാസം കൈ പിടിച്ച് റോഡിൽ കൂടെ നടന്നിട്ട് 4-5 മാസം ആകുമ്പോൾ മടുക്കുന്ന ആ ടോയ് പോലെയാണ്. ടോയ്, പുതിയ ബൈക്ക്, പുതിയ ഫോണ്, പുതിയ ഷർട്ട്, പുതിയ ഡ്രസ്സൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര സ്റ്റൈലായിട്ട് കണ്ണടിയിലൊക്കെ നോക്കി സെൽഫിയൊക്കെ എടുത്ത് അല്ലേ, ഒരു 5-6 മാസം കഴിയുമ്പോൾ ഷർട്ടിൻ്റെ ബട്ടണും പൊട്ടി എവിടെയെങ്കിലും കാണും, അല്ലെങ്കിൽ ബൈക്ക് കഴുകാതെ എവിടെയെങ്കിലും കാണും. അതുപോലെ തന്നെയാണ് കല്യാണം കഴിച്ചാലും. ആദ്യത്തെ സമയത്ത് ഭയങ്കര സ്നേഹം, വാരി കൊടുക്കുന്നു, കൈ പിടിച്ച് നടക്കുന്നു, ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടുന്നു. ഒരു 5-6 മാസം കഴിയുമ്പോഴേക്കും ആ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ആ സാധനം നമ്മുടെ രക്തത്തിലങ്ങ് കുറഞ്ഞു, നമ്മൾ നോർമലായി, നമുക്ക് ആരും ഒന്നുമില്ല, ഒരു ഫീലിങ്ങും ഇല്ല. എന്നിട്ട് ഇപ്പോൾ അയാൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. നേരത്തെ ഇല്ലായിരുന്നു, അതാ കെമിക്കലായിരുന്നു. അപ്പോൾ ഇത് മനുഷ്യ സ്വഭാവം. ഈ മനുഷ്യ സ്വഭാവത്തിൽ ആ സ്നേഹം നിലനിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. എതിർപ്പുകളെ വരുമ്പോൾ അതിനെ അതിജീവിക്കുന്ന സ്നേഹം ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം നമുക്ക് ഒരു ജനനമാണ് നമുക്ക് കിട്ടിയത്. ഈ ജനനം മനുഷ്യ ജനനമാണ്, മനുഷ്യ സ്വഭാവത്തിലാണ് നമ്മൾ ജനിച്ചത്. പക്ഷെ വേദപുസ്തകം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവിക സ്വഭാവത്തോടെ ഒന്നും കൂടെ ജനിക്കാൻ സാധിക്കുമെന്നാണ്. ഇതാണ് സുവിശേഷം നമുക്ക് തരുന്ന നല്ല വാർത്ത. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം പറയാണ്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ മനുഷ്യരുടെ മക്കൾക്ക് മനുഷ്യരുടെ സ്വഭാവം ഉണ്ടാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടാകും. അതാണ് ഏറ്റവും വലിയ കാര്യം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ബെനഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ദൈവിക സ്വഭാവമുള്ളവരായി നമ്മളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി ദൈവ സ്വഭാവമുള്ളവരായി മാറുവാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെ പെർഫെക്റ്റായിട്ട് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? പെർഫെക്റ്റായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ സാധിക്കില്ലായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളർന്ന് വരുന്ന കുഞ്ഞുങ്ങളെ പോലെയാണ്. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടായി വളരുന്ന പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ഭവനത്തിൽ ഒരു കുഞ്ഞുണ്ടായി വളരുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ചെറുപ്പത്തിലെ ഉണ്ടായി വീഴുമ്പോൾ അതിനെക്കൊണ്ട് ഒന്നും കഴിവില്ല, എന്നാൽ അതിന് ജീവനുണ്ട്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഒരു ഭവനത്തിലൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞ് ഒരു ഫംഗ്ഷനും ചെയ്യുന്നില്ല. നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്നതേ ഉള്ളൂ, അല്ലേ? ശരിയല്ലേ? ഈ 5 മാസം 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനം ഇല്ലയെന്ന് മാത്രമല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ ആ കൊച്ചു സമ്മതിക്കത്തുമില്ല. അത് കരഞ്ഞാൽ ചിലപ്പം കരച്ചിൽ നിർത്തൂല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. പക്ഷെ നമുക്ക് ഭയങ്കര സ്നേഹമാണ്. കാരണം എന്താ? ഒന്നും ചെയ്യണ്ട, ജീവൻ. നമുക്കറിയാം ഒരു ദിവസം ഇവൻ എഴുന്നേറ്റ് അല്ലേ ഒരു മനുഷ്യനായിട്ട് ജീവിക്കും. അപ്പോൾ ഒരു വലിയ പ്രതീക്ഷ ഒരു കുഞ്ഞിന് മേളിലുള്ളത്. അങ്ങനെയാണ് ദൈവരാജ്യത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആത്മാവിനാൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ അങ്ങനെ തന്നെ ഒരു വലിയ സന്തോഷമാണ്. നമ്മളെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലായിരിക്കാം, പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറിയിട്ടുണ്ട്. നമ്മൾ വളർന്നു വന്ന് ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വലുതായി വരും. നമ്മൾ പെർഫെക്റ്റ് ആയില്ലെങ്കിലും ആ ഒരു വളർച്ചയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്നാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഇതൊരു മതത്തിൻ്റെ കാര്യമല്ല. നിങ്ങൾ ആര് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നോ അവർക്കെല്ലാവർക്കും അതിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ നിങ്ങൾക്ക് ദൈവമക്കളാകാൻ സാധിക്കും. അതിന് യാതൊരു ചടങ്ങുകളും ആവശ്യമില്ല, വിശ്വസിച്ചാൽ മാത്രം മതി. ഇതാണ് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ബിലീവ് യു വിൽ ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്.
അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബിലീവ് ഇൻ ഹിസ് നെയിം. റിസീവ് ഹിം എന്നാണ്. അതായത് നിങ്ങൾ അവനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, ജീവനിലേക്ക് സ്വീകരിക്കുക. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാവും. ദൈവത്തിൻ്റെ മക്കളായി കഴിഞ്ഞ് ചില ആൾക്കാർ വിശ്വസിക്കും ദൈവത്തിൻ്റെ മക്കളാണ് ഭയങ്കര ഗമയാണ്, നമുക്ക് ചോദിക്കുന്നതെല്ലാം കിട്ടും അല്ലേ. രാജാവിൻ്റെ മക്കളാണ് എങ്ങനെയാ? നമ്മളൊരു രാജാവിൻ്റെ മക്കളാണെങ്കിൽ ഇപ്പം ഇന്ത്യയിലിപ്പം ജനാധിപത്യം ആയതുകൊണ്ട് മക്കളോട് വലിയ പ്രയോജനമൊന്നുമില്ല. അതേസമയത്ത് ഒരു രാജഭരണമുള്ളൊരു നാട്ടിലാണെങ്കിൽ രാജാവിൻ്റെ മക്കൾക്ക് രാജകീയമായിട്ട് നടക്കാം അല്ലേ, ശരിയല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്കോ? അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് എന്തോ കിട്ടുന്നത്? ദൈവത്തിൻ്റെ മക്കൾ കിട്ടുന്ന ഈ രാജ്യമല്ല, അത് നമുക്കുള്ളതല്ല. ദൈവത്തിൻ്റെ മക്കൾ കിട്ടുന്ന അപ്പനെയാണ്, അവൻ്റെ സ്വഭാവമാണ്. അതാണ് ദൈവത്തിൻ്റെ മക്കളെ വേർതിരിക്കുന്നത്. അവരുടെ സമ്പത്തല്ല, അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളല്ല. കാരണം അതെല്ലാം ദൈവം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ മക്കൾക്ക് മാത്രം ദൈവം കൊടുക്കുന്നത് എന്താണ്? സമ്പത്ത് ദൈവം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമ്പത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് യാതൊരു കാര്യമില്ല. ഉള്ള സമ്പത്ത് പോകാനാണ് സാധ്യത. 5 പൈസയുടെ പ്രയോജനം നോക്കി നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ക്രിസ്തുവിൻ്റെ കൂടെ നടന്നവർക്കൊന്നും കിട്ടിയില്ല. ഉള്ള സത്യം പറഞ്ഞു. ആ യേശു ക്രിസ്തുവിൻ്റെ നടന്ന ശിഷ്യന്മാരെല്ലാം ദരിദ്രന്മാരായിട്ടാണ് മരിച്ചത്. ആർക്കും ഒന്നും കിട്ടിയില്ല. പക്ഷേ കർത്താവിൻ്റെ കൂടെ ചെന്നാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നുള്ളതാണ്. സ്വർഗത്തിലൊരപ്പൻ, ആ അപ്പൻ്റെ സ്വഭാവം, എത്ര മനോഹരമാണ്. ആ സ്വഭാവം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്നാൽ, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വന്നാൽ, ഈ ക്രിസ്തുവിൻ്റെ ക്യാരക്ടർ ഉള്ളവരായിട്ട് നമ്മൾ മാറിയാൽ, ഒരുപക്ഷെ നമ്മൾ പെർഫെക്റ്റ് ഒന്നും ആവില്ലായിരിക്കും, പക്ഷെ നമ്മൾ ആ ഒരു സ്വഭാവത്തിലേക്ക് വളരുന്ന ജീവൻ നമ്മുടെ ഉള്ളിൽ ആരംഭിക്കുന്നത് പോലൊരു അനുഗ്രഹം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് നമ്മുടെ ആനന്ദം ഇരിക്കുന്നത്. അപ്പോൾ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ജീവനോട് ഇടപെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തിനോട് ആഗ്രഹമല്ല തോന്നുന്നത്, നിങ്ങൾക്ക് ഈ ജീവനോടാണ് ആഗ്രഹം തോന്നുന്നത്. ദ ലൈഫ് ദാറ്റ് ജീസസ് ലിവ്ഡ്, കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച ജീവൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് കൽപ്പനകളെല്ലാം അനുസരിക്കണ്ടേ? കൽപ്പനകളെല്ലാം അനുസരിക്കണം. പക്ഷേ കൽപ്പനകൾ അനുസരിക്കുന്നതുകൊണ്ടാണോ നമ്മൾ മക്കളാകുന്നത്? ജനിക്കുന്നത് കൊണ്ടാണല്ലേ, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ മാറുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കൽപ്പനകൾ ഏതെങ്കിലും അനുസരിച്ചിട്ടല്ല നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നത്. നമ്മൾ ജനിക്കുന്നത് കൊണ്ടാണ്, ആത്മാവിനാൽ വീണ്ടും ജനിക്കുന്നത് കൊണ്ടാണ്. രണ്ടാമത്തെ ജനനം, അത് ഉയരത്തിൽ നിന്നുള്ള ജനനമാണ് വിശ്വസിക്കുന്ന എല്ലാവർക്കും. അവരാണ് ദൈവത്തിൻ്റെ മക്കളാകുന്നത്. പിന്നെയാണ് അനുസരിക്കുന്നത്, അനുസരണത്തിലേക്ക് വളരുക, അല്ലേ? ഇപ്പോൾ നമ്മളൊരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ആ കൊച്ചിനോട് നീ ആ മല കയറിയിട്ട് വരാൻ പറഞ്ഞാൽ അവനെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. അവന് മലർന്ന് കിടന്ന് കരയാൻ മാത്രമേ പറ്റുള്ളൂ. അനുസരിക്കാൻ പറ്റണമെങ്കിൽ അവൻ മുതിരണം, വളരണം. നമുക്കും അങ്ങനെ ഒരു വളർച്ചയുടെ കാലമുണ്ട്. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവിക സ്വഭാവമുള്ളൊരു ജീവൻ നമ്മുടെ ഉള്ളിൽ കർത്താവ് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൈവിക സ്വഭാവമുള്ള ഈ ജീവന്റെ പ്രത്യേകത എന്താണ്? പ്രിയ സഹോദരങ്ങളെ, ഈ ജീവനാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്, അല്ല വേറെ ഒന്നും ഇതിനകത്തില്ല. ബി ഗോഡ്സ് ചിൽഡ്രൻ ആൻഡ് ഹാവ് ഹിസ് നേച്ചർ. ദൈവത്തിൻ്റെ ആ മോറൽ സ്വഭാവമുള്ളവരായി നമ്മളെ മാറ്റുന്ന ഒരു മിറക്കിളാണ് ഈ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എത്രയോ മിഷണറിമാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകളെ ശുശ്രൂഷിക്കാനും സേവിക്കാനും ഒക്കെ ഒരു കാലത്ത് ഇറങ്ങിയത്. ഇന്ന് ആ ക്രിസ്തീയ വിശ്വാസത്തിന് വഴി തെറ്റിയത് കൊണ്ടാണ് ഇന്ന് കെട്ടിടങ്ങൾ ഉണ്ടാകുന്നതല്ലാതെ മനുഷ്യരെ ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും ആരും ഇറങ്ങാത്തതിൻ്റെ കാരണം ഇന്ന് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിക്കോദെമോസിനോട് കർത്താവ് സംസാരിക്കുന്ന 3-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ, ഈ സൂചിക്കുഴയിലൂടെ ഒരു ഒട്ടകം എങ്ങനെയാണ് കടക്കുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി, ഈ രാത്രിയിൽ ഒന്നുമല്ലാത്ത ഈ സമയത്ത് വല്ലതും കഴിക്കണോ, ഉറങ്ങണോ, വീട്ടിലെത്തണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ചിന്തിക്കാൻ പറ്റിയൊരു കാര്യമാണ് ഒരൊട്ടകത്തിന് എങ്ങനെ സൂചിക്കുഴയിലൂടെ കിടക്കാം. അതെങ്ങനെ കടക്കുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദെമോസിനോട് കർത്താവ് പറയുന്നുണ്ട്. ഇപ്പം നിക്കോദെമോസിനെ കർത്താവ് സൂചിക്കുഴയിലൂടെ കയറ്റാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സൂചിക്കുഴയോടെ ഒന്ന് കടന്നാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സൂചിക്കുഴയോടെ കടന്നില്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യം അനുഭവിക്കാൻ
സാധിക്കില്ല. ഇപ്പൊ നിക്കോദെമോസിനോട് കർത്താവ് പറയാണ്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ, അതായത് ഈ മനുഷ്യ സ്വഭാവമായിട്ട് നീ ഇരുന്നാൽ, ജഡത്തിൽ ജനിച്ചൊരു സാധാരണ മനുഷ്യനായിട്ട് നീ ഇരുന്നാൽ നിനക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല, കാണാൻ പോലും സാധിക്കില്ല. അപ്പൊ നിക്കോദെമോസിന് ന്യായമായും തോന്നിയൊരു കാര്യം, ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ ഒന്നുകൂടെ ജനിക്കണം അല്ലേ? എനിക്ക് പ്രായം 80 70 അല്ല 60, അറിയത്തില്ല. നിക്കോദെമോസിന്റെ പ്രായമൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല. ഒരു ആചാര്യനായിരുന്നു, അപ്പോൾ കുറച്ച് പ്രായമൊക്കെ കാണുമായിരിക്കും, നമ്മുടെ സങ്കല്പം അങ്ങനെയാണല്ലോ. അപ്പോൾ നിക്കോദെമോസ് കർത്താവിനോട് പറയുകയാണ്, ഈ വൃദ്ധനായ ശേഷം അമ്മയുടെ വയറ്റിൽ കിടന്ന് ഒന്നുകൂടെ ജനിക്കാൻ ആരെ കൊണ്ടുവരും പറ്റുമോ? ഞാൻ ആലോചിച്ചിട്ട് നോക്കിയിട്ട് നമ്മുടെ മനുഷ്യരിൽ വലിയൊരു പങ്കിനുള്ള വേറൊരു സ്വഭാവം, അതായത് ഞാൻ നേരത്തെ ആദമിനും ഹവയ്ക്കൊക്കെ ഉണ്ടായ സ്വഭാവം നമുക്കും കുറേ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ കുറേ 2-3 സ്വഭാവങ്ങൾ നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഇത് അടുത്ത സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, ഒന്നും കൂടെ ഒരു കുഞ്ഞായിട്ട് ജനിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എല്ലാവരുടെ ഉള്ളിൽ കാണുകയല്ല, ഒരു 80% മുകളിൽ ആൾക്കാരുടെ ഉള്ളിൽ കാണും, ഒന്നും കൂടെ ഒരു കുഞ്ഞായിട്ട് ജനിക്കുമായിരുന്നെങ്കിൽ. നഴ്സറി ക്ലാസ്സിൽ പോകുമ്പോൾ കുറച്ചുകൂടെ നല്ലപോലെ പഠിക്കാമായിരുന്നു, 10ാം ക്ലാസ്സിൽ കുറച്ചുകൂടെ നല്ല പഠിക്കാമായിരുന്നു, കുറച്ചുകൂടെ നല്ലൊരു ജോലി സമ്പാദിക്കാമായിരുന്നു, കുറച്ചുകൂടെ നല്ലൊരു കല്യാണമെങ്കിലും കഴിക്കാമായിരുന്നു, കുറച്ചുകൂടെ നല്ലപോലെ ജീവിക്കാമായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞാൽ എന്നറിയോ, നീ ഒരു 100 പ്രാവശ്യം അമ്മയുടെ വയറ്റിൽ ജനിച്ചാലും നിന്റെ സ്വഭാവം ഇത് തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ ആവുള്ളൂ എന്നാണ്. നിങ്ങൾ ഈ പണ്ടൊക്കെ 5-ലും 6-ലും 7-ലും ഒക്കെ പിള്ളേർ തോക്കുമായിരുന്നു. ഇപ്പം തോക്കില്ല, ഇപ്പം 8-ലോ അങ്ങാണ്ടാ തോക്കുന്നു തോന്നല്ലേ, അറിയില്ല. ഇപ്പോൾ ഒരിടത്തും തോക്കുന്നില്ല, പിള്ളേരെല്ലാം ഹോൾ പാസ് 99 പാസ്സാവും. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് 8-ൽ 3 വർഷമൊക്കെ തോക്കുന്നുണ്ടായിരുന്നു പിള്ളേർ, 2 വർഷം 4 വർഷമൊക്കെ തോക്കുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ വർഷം തോക്കുമ്പോൾ തന്നെ അവൻ അറിയാം ശരിക്കും പഠിച്ചില്ലെങ്കിൽ തോക്കുമെന്ന്. 2ാമത്തെ വർഷം അത് അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെയാണ് ശരിക്കും പഠിക്കാത്തത്. ഇതെല്ലാം അറിയാമെങ്കിലും നമ്മുടെ സ്വഭാവം മാറില്ല, നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. പരീക്ഷയുടെ തലേദിവസം തലേദിവസം രാവിലെ എഴുന്നേറ്റിട്ട് പറയാം, ഇന്ന് 7 മണി മുതൽ പഠിച്ചേക്കാം തീരുമാനിക്കും. നമ്മുടെ സ്വഭാവമാണ്. 7 മണിയാകുമ്പം അമ്മ വിളിക്കും, ചായ കുടിച്ചാൽ, അന്ന് ചായ കുടിച്ചിട്ട് തുടങ്ങിയേക്കാം, എന്നാൽ 8 മണിയാട്ടെന്ന് വിചാരിക്കും. 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാകും, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വിചാരിക്കും. പിന്നെ 9 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ക്ഷീണത്തിൽ ഉറക്കം വരും, എന്നാൽ പിന്നെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് 11 മണിയാവട്ടെ എന്ന് വിചാരിക്കും. ഇങ്ങനെ ഇരിക്കുന്നവരാണ് മനുഷ്യരിൽ വലിയൊരു പങ്കും. പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയും. അവരെത്ര പ്രാവശ്യം പരീക്ഷ അടുത്ത് വന്നാലും ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ, കാരണം അതൊരു സ്വഭാവം, മാറ്റാൻ പറ്റില്ല. നമ്മൾ എത്ര പ്രാവശ്യം മനുഷ്യരായിട്ട് ജനിച്ചാലും ഈ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവില്ല. ഏത് വീട്ടിൽ ജനിച്ചാലും മറ്റൊരാളെ പഴി പറയുന്ന സ്വഭാവം മാറില്ല, എന്നെ രക്ഷപ്പെടുത്താനുള്ള കോടതി എങ്ങും പോവില്ല. എൻ്റെ ഒരു സ്വഭാവം മാറ്റാൻ ഈ മനുഷ്യ ജന്മത്തിന് കഴിയില്ല. അപ്പൊ നിക്കോദെമോസിന്റെ കർത്താവ് പറയാണ്, നീ മനുഷ്യനായി 100 പ്രാവശ്യം ജനിച്ചാലും നിനക്കൊരു 10,000 അവസരങ്ങൾ തന്നാലും നിന്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല. ബൈബിളിൽ പറയുന്നത് ഒരു പുള്ളിക്ക് അതിൻ്റെ പുള്ളി മാറ്റാൻ സാധിക്കത്തില്ല. അതുപോലെ ഒരാളുടെ നിറവും ഒരാൾക്ക് മാറ്റാൻ പറ്റത്തില്ല. എത്ര ഫെയർ ആൻഡ് ലവ്ലി തേച്ചാലും അത് വൃത്തികേടായി വരും എന്നുള്ളതല്ലാതെ അത് ഫുള്ളി ഒരു കറക്റ്റ് കളറാക്കി മാറ്റാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അപ്പോൾ അത് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ നേച്ചറിനെ മാറ്റാൻ യാതൊരു പരിപാടിയുമില്ല. അപ്പോൾ കർത്താവ് പറയാണ്, നിക്കോദെമോസിന് പറയാണ്, സൂചിക്കുഴലിൽ കയറാൻ പോകട്ടോ, നോക്കിയാണ് എങ്ങനെയാണേ. 3-ാം അധ്യായത്തിൽ കർത്താവ് പറയാണ്, ഞാൻ നിന്നോട് വീണ്ടും ജനിക്കണമെന്ന് പറയുകയിൽ നീ ആശ്ചര്യപ്പെടരുത്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, കാറ്റ് എവിടെ നിന്ന് അതിനിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അതെവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും നീ അറിയുന്നില്ല. അടുത്ത വാക്യം, ആത്മാവിൽ ജനിച്ചവരെല്ലാം കാറ്റുപോലെ ആകും, ഇങ്ങനെ ആകുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പം നിക്കോദെമോസിന്റെ കർത്താവ് പറയാണ്, നിന്റെ ഇപ്പോഴത്തെ സ്വഭാവം കല്ല് പോലെയാണ്. നമുക്കെല്ലാം ഒരു കല്ലിൻ്റെ സ്വഭാവമുണ്ട്. അതായത് എവിടെയെങ്കിലും സെറ്റിൽ ആവണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. നിങ്ങൾക്ക് ആഗ്രഹമില്ല എവിടെയെങ്കിലും സെറ്റിൽ ആവണം, വീട് വെച്ച് ഇല്ലേ? നമ്മുടെ സ്വന്തം നാട്ടിലൊരു വീടൊക്കെ വെച്ച് അതിൻ്റെ മുമ്പിലൊരു കസേര ഇട്ട് മനോരമ വായിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ അടുത്ത്, കൊച്ചുമക്കൾ അടുത്ത് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, സെറ്റിൽഡായ ഒരു കാലം. നമുക്കെല്ലാം അങ്ങനെ കല്ല് പോലെ ആകാനാണ് ആഗ്രഹം. നമുക്ക് വീട് പണിയണം, നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമില്ല അങ്ങനെ സെറ്റിലാവണമെന്ന്, കല്ല് പോലെ ആവണമെന്ന്? കർത്താവ് പറയാണ്, ആത്മാവിൽ ജനിച്ചവരെല്ലാം കാറ്റുപോലെ ആകും. കാറ്റുപോലെ ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അത് എങ്ങോട്ട് പോകുന്നോ
എവിടെ നിന്ന് വരുന്നുവെന്നോ ആരും അറിയുന്നില്ല. അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, പോകുന്നു. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് എങ്ങോട്ട് വേണമെങ്കിലും ഈ കാറ്റിനെ കർത്താവിന് കൊണ്ടുപോകാം. കാരണം അത് അവൻ്റെ സ്വഭാവമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേക ലക്ഷ്യങ്ങളില്ല, നമ്മൾ ആ ലക്ഷ്യങ്ങളിൽ നിന്ന് പറഞ്ഞു പോകുന്നു. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, കാറ്റായി കഴിഞ്ഞാൽ ഈ ഒട്ടകത്തിന് സൂചിക്കുഴലിൽ കയറാൻ പറ്റുമോ? കയറാൻ പറ്റുമോ അല്ലേ? അപ്പോൾ നമുക്ക് സൂചിക്കുഴലിൽ കയറണമെങ്കിൽ എന്ത് വേണം? നമുക്ക് മനുഷ്യ സ്വഭാവം പോരാ, ക്രിസ്തുവിൻ്റെ സ്വഭാവം വേണം. ഈ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമ്മൾ സൂചിക്കുഴലിലൂടെ കയറുന്നത്, കാറ്റ് പോലെ ആകുന്നത്. ഈ കാറ്റ് പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ? കർത്താവാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. എങ്ങോട്ട് വീശിയാലും നമുക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെ വന്നാൽ മാത്രമേ ഒരാൾ കർണത്തടിച്ചാലും എനിക്ക് പ്രശ്നമില്ലാതിരിക്കുകയുള്ളൂ. കാരണം എന്താ? ഞാൻ കാറ്റ് പോലെ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, അയ്യോ ഇതെന്തൊരു ലൈഫാണ്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ഈ വേദപുസ്തകത്തിലെ പ്ലാനില്ലായ്മയാണ് ഏറ്റവും വലിയ പ്ലാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ അവൻ്റെ പദ്ധതികൾ നടപ്പാവേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കാറ്റുപോലെ ആയിരിക്കുന്നത്. കാരണം ഞാൻ കർത്താവിനോട് പറയുകയാണ്, യു ടേക്ക് മീ വേറെവർ യു വാണ്ട് ടു ടേക്ക് മീ. നിനക്ക് എന്നെ എങ്ങോട്ട് വേണമെങ്കിലും എന്ത് വേണേലും ചെയ്തോ എന്ന് പറയുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഒരു മിറക്കിളാണ്. അത് നമ്മുടെ തീരുമാനത്താൽ വരുന്നതല്ല, അത് നമ്മുടെ കഠിനാധ്വാനത്താൽ വരുന്നതല്ല, അത് ആത്മാവിനാൽ വരുന്നതാണ്, അത് വിശ്വാസത്താൽ വരുന്നതാണ്, അത് ദൈവം നമ്മുടെ ഉള്ളിൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നൊരു തീരുമാനമെടുത്താലൊന്നും നടക്കില്ല. അത് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തുറന്ന് ഈ ജീവനോടുള്ള ഒരാഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. അതായത് ക്രിസ്തു നടന്ന പോലെ നടക്കാൻ, ആ ഒരു സ്നേഹത്തിൻ്റെ പെർഫെക്ഷൻ എന്താണെന്ന് അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള അവകാശം അനുഭവിക്കാൻ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ആഗ്രഹത്താൽ തുറക്കപ്പെടണം. അതാണ് വചനമാണ് ഹൃദയത്തെ തുറക്കുന്നത്, വീണ്ടും ജനിപ്പിക്കുന്നത്. ഈ വചനത്തിൻ്റെ കേൾവിയാൽ ആരുടെ എല്ലാം ഹൃദയം എവിടെ ഇരുന്നെല്ലാം തുറക്കുന്നുണ്ടോ, ആരെല്ലാം ഈ യേശുവിൻ്റെ ജീവൻ ഉള്ളം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ, അവരെല്ലാം കാറ്റിൻ്റെ സ്വഭാവമുള്ളവരായി ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറും. എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളല്ല പ്രധാനം, ദൈവത്തിൻ്റെ നടത്തിപ്പാണ് പ്രധാനം. ഇങ്ങനെ മാത്രമേ നമുക്ക് ഈ മനുഷ്യ സ്വഭാവത്തെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി. നിങ്ങൾക്കറിയാമോ, ഈ ശരിക്കും പറഞ്ഞാൽ മനുഷ്യ സ്വഭാവം തെറ്റാന്ന് പറയുന്നത് ശരിയല്ല. കാരണം പെർഫെക്റ്റ് മാൻ ക്രിസ്തുവാണ്. ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, എടാ പുരുഷത്വം കാണിക്കടാ, ആണിനെ പോലെ പെരുമാറും, നീ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾക്കറിയാം കർത്താവ് കാണിച്ച പുരുഷത്വം എന്താണെന്നറിയാം? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മരിക്കുക എന്നുള്ളതായിരുന്നു. തോറ്റു കൊടുക്കുക, വിട്ടുകൊടുക്കുക, അതായിരുന്നു ശരിക്കും ഈ പുരുഷൻ്റെ ബലം, ഒരു മനുഷ്യൻ്റെ ബലം എന്ന് പറയുന്നത്. ഒരാൾ എന്നെ അടിച്ചാൽ തിരിച്ചടിക്കാൻ എനിക്കൊരു ആത്മബലം ആവശ്യമില്ല. ഇത് മഹാത്മാഗാന്ധിയൊക്കെ അതൊക്കെ കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ. ഒരാൾ എന്നെ തല്ലുമ്പോൾ തിരിച്ചു തല്ലാൻ എനിക്കൊരു ആത്മബലം ആവശ്യമില്ല. പക്ഷേ അവനെ തിരിച്ച് തല്ലാതിരിക്കാൻ, അവനെ നോക്കി ചിരിക്കാൻ എനിക്ക് ഭയങ്കര ആത്മബലം ആവശ്യമാണ്. ഇനി അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് റിയൽ സ്നേഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ അതിന് ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ നടക്കുകയില്ല. എനിക്ക് വേണമെങ്കിൽ അടി കൊണ്ടോണ്ട് ഞാൻ കൊള്ളാം, അടി കൊണ്ടിട്ട് ഞാൻ തിരിച്ചടിക്കാതെ പോകുന്നു ഗമയ്ക്ക് പോവാം. പക്ഷെ അടിച്ച ആളോട് എൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടാകണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ആത്മാവ് ഉണ്ടാകണം. ക്രിസ്ത്യാനിറ്റി ഈസ് ഓൾ അബൌട്ട് ദാറ്റ് സ്പിരിറ്റ് ഫിൽഡ് ലൈഫ്. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന കാറ്റ് പോലെയാകുന്ന ആ സ്വഭാവം നമുക്ക് തരുന്ന ആ ഒരൊറ്റ കാര്യം മാത്രമാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. ഇറ്റ്സ് ഓൺലി അബൌട്ട് ലിവിങ് ദാറ്റ് ലൈഫ്. യേശുവിൻ്റെ ജീവൻ ജീവിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു അജണ്ടയും ബൈബിളിലില്ല. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചാണെങ്കിലും, തലമുറകളായിട്ട് ക്രിസ്ത്യാനികളാണെങ്കിലും, ഈ കാറ്റിൻ്റെ സ്വഭാവം നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ, അതായത് ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ല, നിങ്ങൾ വെറും ക്രിസ്തു മത ആൾക്കാരാണ്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഈ ജീവൻ എന്താണ് എന്ന് മനസ്സിലാകുന്നത്. അതായത് ജീവൻ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ജീവൻ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാവും. മനുഷ്യരുടെ ജീവൻ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ മനുഷ്യരുടെ മക്കളായി, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ജീവൻ, അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ആരായി? ദൈവത്തിൻ്റെ മക്കളായി. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മതം ആവശ്യമില്ല. മതം എങ്ങനെ ഉണ്ടാകുമെന്നറിയോ?
മതം എന്ന് പറയുന്ന ഇടയ്ക്ക് ആൾക്കാർ വരുമ്പോഴാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ക്രൂസൈഡിനകത്തൊക്കെ ചില ആൾക്കാർ പറഞ്ഞ് ഈ ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം വരുന്നു, കേട്ടിട്ടുണ്ടോ നിങ്ങളത്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത്? ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പനും മക്കളെല്ലാം ഒരുപോലെയാണ്. ഇപ്പം ഞാൻ ചെന്ന് കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവിനോട് പ്രാർത്ഥിക്കുക, എൻ്റെ പിതാവേ. അപ്പം ഞാൻ മകനായല്ലോ, അപ്പം എനിക്ക് ദൈവത്തെ എന്തെന്ന് വിളിക്കാം? പിതാവെന്ന് വിളിക്കാം. പിതാവേ എനിക്കൊരു തലവേദനയുണ്ട്, ഒന്ന് മാറ്റിത്തരാവോ കർത്താവേ എന്ന് ചോദിക്കുമ്പം കർത്താവ് പറയാണ്, നീ പ്രാർത്ഥിച്ചാലൊന്നും കേൾക്കില്ല, നീ നിൻ്റെ പാസ്റ്റർക്ക് 10 രൂപ കൊടുത്തിട്ട് അവനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, അവൻ പ്രാർത്ഥിച്ചാൽ ഞാൻ കേൾക്കും. ഇങ്ങനെ കർത്താവ് പറയുന്നിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കി. എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ അതിനകത്ത്. ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ മധ്യസ്ഥന്മാരില്ല എന്നുള്ളതാണ്. ഞാൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും, കാരണം എൻ്റെ അപ്പനത്. എൻ്റെ അപ്പനായതുകൊണ്ട് വേറൊരു മകൻ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേക അഡ്വാൻറ്റേജ് ഒന്നുമില്ല. കാരണം യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ മാത്രമേ നമുക്ക് ഉള്ളൂ. ഈ ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ധാരാളമായ പ്രവേശനമാണ്. അപ്പോൾ ഒരാൾ ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മധ്യസ്ഥൻ ആരാ? ഈ റോമൻ കത്തോലിക്ക സഭയെ നമ്മളെല്ലാവരും കുറ്റം പറയും. എന്താണെന്നറിയോ? അവർ ഡയറക്റ്റ് ക്രിസ്തുവിൻ്റെ അടുത്തോട്ട് ചെല്ലുകയല്ല, രൂപക്കൂട്ടിലിരിക്കുന്ന വിശുദ്ധന്മാരിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്? ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. കാരണം അവർക്ക് ഡയറക്റ്റ് ചെല്ലാൻ പേടിയാണ്, വലിയ ബന്ധമൊന്നുമില്ല ക്രിസ്തുവായിട്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ് പോകില്ല, മരിച്ചു പോയ വിശുദ്ധന്മാരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് പറയും, അന്തോണീസ് പുണ്യാള എനിക്ക് വേണ്ടി ഒന്ന് കർത്താവിനോട് റെക്കമെൻഡ് ചെയ്യണം. അപ്പം അവിടെ അന്തോണീസ് പുണ്യാളം വേണം, അന്തോണീസ് പുണ്യാളന് കുരിശടി വേണം, കണ്ണാടിക്കൂട് വേണം, കുർബാന ഇടുന്ന അച്ഛന്മാർ ഇതെല്ലാം വേണം. ഇനി ഇങ്ങനെ സങ്കല്പിച്ച് നോക്കിയേ, നമുക്ക് ഇവരാരും വേണ്ട, കർത്താവിനോട് നേരെ പിതാവിൻ്റെ അടുത്തേക്ക് എല്ലാമെങ്കിൽ ഈ മരിച്ചു പോയ പുണ്യാളന്മാരെയും വേണ്ട, ജീവിച്ചിരിക്കുന്ന മധ്യസ്ഥന്മാരായ അഭിഷിക്തന്മാരെന്ന് വിളിക്കുന്ന പാസ്റ്റർമാരെയും വേണ്ട, നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് ഡയറക്റ്റായിട്ട് ചെല്ലാമെങ്കിൽ പിന്നെ ഈ ഇടയിൽ നിൽക്കുന്ന ഇത്ര ആൾക്കാരെ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. എത്ര പേർക്ക് സന്തോഷമായി? ഈ മൈക്കിൻ്റെ പരിധിയിലിരുന്ന് കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു പാസ്റ്ററുടെ അടിമയാണെങ്കിൽ നിങ്ങൾ ഈ ക്രിസ്തുവിൻ്റെ വേദപുസ്തകം വെച്ചുകൊണ്ട് ഇത്രയും അരിഷ്ടന്മാരായി ജീവിക്കരുത്. കാരണം ദൈവത്തിൻ്റെ മക്കളുടെ അവകാശം, ഞാൻ പലപ്പോഴും ആലോചിക്കായിരുന്നു, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെന്ന് പിതാവിനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പം ഞാനൊരു പാസ്റ്റർ വഴി ചെന്ന് പറഞ്ഞപ്പം കേൾക്കുന്നുണ്ട്. അപ്പോൾ ആരാ പവർഫുൾ മധ്യസ്ഥൻ? ആ പാസ്റ്ററാ. കത്തോലിക്കരുടെ വിശുദ്ധന്മാർ പിന്നെ മരിച്ചു പോയവർ, അവരെ കൊണ്ട് വലിയ ശല്യമില്ല, 10 രൂപ ഇട്ടാൽ മതി. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥന്മാർ 10 രൂപയിലൊന്നും നിൽക്കുന്നവരല്ല. അവരിപ്പോഴും ജീവിച്ചിരിക്കുകയും ഇപ്പോഴും വികൃതികൾ കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എൻ്റെ സഹോദരങ്ങളെ, വേദപുസ്തകം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഈ കപട മതങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം നിങ്ങൾ ധൈര്യമായിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ ഒരു പങ്ക് ആൾക്കാർ ഇവിടുന്ന് രക്ഷപ്പെടും. അതല്ലെങ്കിൽ അവരെന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, 50 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ മക്കളാണെന്നും അവകാശികളാണെന്നും പിതാവിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നതെന്നും ദൈവത്തിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നതെന്നും അറിയാൻ വയ്യ. അവരപ്പോഴും പോയി വേറൊരാളുടെ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുമോ? എത്ര ദയനീയമാണത്. ദാറ്റ് ഈസ് ഹൗ ദീസ് റിലീജിയൻസ് ആർ പ്രസിപ്പിറ്റേറ്റഡ് എവ്രിവെയർ. എല്ലാ മതങ്ങളിലും ദൈവമായിട്ട് നമ്മൾ ഡയറക്റ്റ് ചെല്ലാൻ സമ്മതിക്കില്ല. അവിടെ എല്ലാ ഇടനിലക്കാരും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അവരെല്ലാം പേടിപ്പിക്കുകയും ചെയ്യും. എന്താണെന്നറിയോ? അഭിഷിക്തനെതിരെ വല്ലതും പറഞ്ഞാ അതാണ് ഏറ്റവും വലിയ ഭീഷണി. മതത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വർഗമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ നിയമത്തിൽ അഭിഷിക്തൻ എന്ന വാക്ക് അത് ഗ്രീക്ക് ഭാഷയിൽ ക്രിസ്റ്റോസ് എന്നും എബ്രായ ഭാഷയിൽ മെഷിഹ എന്നുമാണ് അഭിഷിക്തൻ എന്നുള്ളതിന് പറയുന്നത്. പഴയ നിയമത്തിൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നവരും പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുന്നവരും പ്രവാചകനായി അഭിഷേകം ചെയ്യപ്പെടുന്നവരുണ്ടായിരുന്നു. അതെല്ലാം ക്രിസ്തുവിൻ്റെ നിഴലുകളായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അഭിഷിക്തൻ എന്ന് പറയുന്ന ക്രിസ്തുവാണ്. നമ്മളെല്ലാം ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ അഭിഷേകമുള്ളവരാണ്. പക്ഷെ നമ്മളാരും പ്രത്യേക അഭിഷിക്തന്മാരല്ല. കാരണം അഭിഷിക്തൻ മെസ്സിഹായാണ്, ക്രിസ്റ്റോസാണ്, ക്രിസ്തുവാണ്. അതാണ് മതം ഇല്ലാതാക്കി കളഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ യേശുവിനെ ക്രൂശിച്ചത് ആരാന്നറിയോ? ഈ സ്വാതന്ത്ര്യം കാരണം. ഈ മതമേലധ്യക്ഷന്മാരെല്ലാം നോക്കിക്കഴിഞ്ഞപ്പം ഡയറക്റ്റ് പിതാവേന്ന് വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മതവും വേണ്ട, ആചാരവും വേണ്ട, ശബത്തും നോക്കണ്ട, ദേവാലയത്തിലെ കുർബാനയും വേണ്ട, ഒരു ചടങ്ങും വേണ്ട, നേരെ പിതാവേന്ന് വിളിച്ചൊരു പ്രാർത്ഥന. പിതാവിലേക്ക് ഇങ്ങനെ എല്ലാവരും പിതാവെന്ന് വിളിച്ചിട്ട് പോയി നമ്മളെന്നാ ചെയ്യും? നമ്മുടെ ബിസിനസ് തീരും. ഇവന് എത്രയും പെട്ടെന്ന്
കൊന്നു കളഞ്ഞേക്കാന്ന് തീരുമാനിച്ച റോമൻ പടയാളികളല്ല, റോമൻ രാജാക്കന്മാരും അല്ല, കഞ്ഞികുടി മുട്ടിപ്പോകുന്ന മതനേതാക്കന്മാരാ. ഇന്നും അന്നും എന്നും നമ്മുടെ സ്വാതന്ത്ര്യത്തിനെതിരെ നിൽക്കുന്നത് ഗവൺമെന്റ് അല്ല. അത് തെറ്റിദ്ധാരണ. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെതിരെ നിൽക്കുന്നത് ഒരു ഗവൺമെന്റ് അല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ല, ഈ മതം തന്നെയാണ്. ഏറ്റവും വലിയ അടിമത്തം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുഭവിക്കാൻ, അവൻ്റെ ജീവൻ അനുഭവിക്കാൻ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ സൃഷ്ടിക്കുന്ന അടിമത്തമാണ്. മതത്തോടുള്ള, വ്യവസ്ഥകളോടുള്ള, ഇടനിലക്കാരോടുള്ള, മധ്യസ്ഥന്മാരോടുള്ള അടിമത്തം. ഇത് നിങ്ങളോട് ആരും പറയാൻ പോകുന്നില്ല, പേടിയാണ്. കർത്താവിനെ ഭയപ്പെടുന്നവന് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇഫ് യു ഫിയർ ദ ലോർഡ് യു ഡോണ്ട് നീഡ് ടു ഫിയർ എനി വൺ. കാരണം ഈ കർത്താവ് തികഞ്ഞ സ്നേഹമാണ്. നമ്മൾ ഒരിക്കലും കൈവിടാതെ അൺകണ്ടീഷണൽ. ഇപ്പം നമുക്കറിയാം, മക്കളെ ഒരപ്പൻ സ്നേഹിക്കുന്നതിനേക്കാളും വലുതായിട്ടാണ് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പം അത്രയും വലിയ ഒരു സ്നേഹത്തിനകത്തിരിക്കുന്ന നമ്മൾ. അതുകൊണ്ട് ഈ വലിയ കർത്താവിൻ്റെ സ്നേഹത്തിനകത്തേക്കാണ് നമ്മൾ അവൻ്റെ കുടുംബത്തിൽ ജനിക്കുമ്പോൾ അവൻ്റെ മക്കളാകാനുള്ള അധികാരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇറ്റ്സ് ആൻ അതോറിറ്റി. എനിക്ക് പറയാം, ഞാൻ എൻ്റെ പിതാവിൻ്റെ മകനാണ്. അതെനിക്കൊരു വലിയ അതോറിറ്റിയാണ്. എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഐ ഹാവ് എ ഫാദർ ഇൻ ഹെവൻ. അതാണ് ഈ പുതിയ ജന്മം എന്ന് പറയുന്നത്, ദ ന്യൂ ലൈഫ്. ഈ ന്യൂ ലൈഫാണ് നമ്മളെ സൂചിക്കുഴയിലൂടെ കടത്തുന്നത്. ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഈ ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറിപ്പോകുന്നത് കൊണ്ടാണത് സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ ഘട്ടങ്ങളിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, വി ആർ നോട്ട് സ്ലേവ്സ് ഓഫ് എനി റിലീജിയൻ, വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ ഒന്നിൻ്റെ അടിമകളല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. എപ്പോഴും ക്രിസ്തുവിനെതിരെ, നിങ്ങൾക്കറിയാമോ, ഏതെങ്കിലും ഒരു മനുഷ്യനോട് നിങ്ങൾ വഴിയിലുള്ളവർ ചോദിച്ചു നോക്കിയോ, ഈ ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ വയ്യാത്ത നിങ്ങൾ സുവിശേഷ വിരോധികളെന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കിയോ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. അവർക്ക് ക്രിസ്തുവിനോട് ഒരു വിരോധവും ഇല്ല. ശരിക്കും ക്രിസ്തുവിനോട് വിരോധമുള്ളത് മതത്തിനാണ്. ആ മതമാണ് നമ്മളെ വീണ്ടും വീണ്ടും ബന്ധിക്കുന്നത്, ഇടനിലക്കാരെ വെച്ചും കർമ്മങ്ങളെ വെച്ചും. സഹോദരങ്ങളെ, ക്രിസ്തു നിങ്ങളെ സാക്ഷാൽ സ്വതന്ത്രരാക്കിയെങ്കിൽ ദൈവ മക്കളെ പോലെ ജീവിക്കുക. ഞാൻ ഒരു വാക്യവും കൂടെ വായിച്ചിട്ട് ഇന്ന് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നാളെ സമയമുണ്ട്. ദൈവം നമുക്ക് അതിനുള്ള പ്രകാശനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ യേശുവിൻ്റെ ജീവനെ കുറിച്ചുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ പഠനം അവസാനിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് വളരെ വിചിത്രമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാണ്. 6:53 കർത്താവ് പറയുന്നു, ഇതൊത്തിരി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുള്ളൊരു വാക്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പരസ്യമായിട്ട് ഇത് പറയുന്നത്. 6:53 ഇങ്ങനെ പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. ഇതാണ് 53-ാം വാക്യം. യേശുവോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദൈവിക ജീവനെക്കുറിച്ചാണ്. ഇപ്പം ഇവിടെ കർത്താവ് പറയാണ്, മനുഷ്യപുത്രൻ്റെ മാംസം തിന്നുകയും അവൻ്റെ രക്തം കുടിക്കുകയും ചെയ്യണം. അപ്പോൾ ആൾക്കാർക്കെല്ലാം ഇത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. ഇപ്പം ഞാനിത് എൻ്റെ ശരീരം തിന്നാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ആവും. കാരണം അങ്ങനെ പറയാൻ പാടില്ല. അതൊരു കാനിബാലിസമാണ്. സ്വന്തം സ്പീഷീസ് ഉള്ളതിനെ കൊന്നു തിന്നുക എന്ന് പറയുന്നതിനെ കാനിബാലിസം എന്ന് പറയുന്നത്. അപ്പോൾ ശിഷ്യന്മാർക്കെല്ലാം ഭയങ്കര അങ്കലാപ്പായി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. 60-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിന വാക്ക്, ഇത് കേൾപ്പാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കി. രക്തം കുടിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 63-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. അപ്പം ജീവൻ എവിടെ നിന്ന് വരണം? ആത്മാവിൽ നിന്ന് വരണം. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പോൾ ഇത്ര നേരം എന്താ കർത്താവ് പറഞ്ഞത്? മാംസത്തെക്കുറിച്ചല്ല പറഞ്ഞത്, ജീവനെക്കുറിച്ചാണ്. അടുത്ത വാക്യത്തിൽ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ മാംസവും രക്തവുമല്ല, അത് ആത്മാവും ജീവനുമാണ്. അപ്പം ശരിക്കും കർത്താവ് എൻ്റെ ശരീരം ഭക്ഷിക്കുക, എൻ്റെ രക്തം കുടിക്കുന്ന പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത്? ഉയരത്തിൽ നിന്നുള്ള ആത്മാവിനെ പ്രാപിക്കുക. ആത്മാവ് എന്നുള്ളതിന് ഗ്രീക്കിൽ പറയുന്ന കാറ്റെന്നാണ്. അപ്പോൾ ഒന്നും കൂടെ കർത്താവ് നമ്മുടെ മേൽ ഊതുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. നമ്മൾ ആത്മസ്വഭാവമുള്ളവരായി ദൈവത്തിൻ്റെ ജീവനുള്ളവരായി മാറുകയാണ്. കർത്താവ് പറഞ്ഞു,
ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ മാംസം കൊണ്ടും രക്തം കൊണ്ടും ഒരു പ്രയോജനമില്ല. ഞാൻ നിങ്ങളോട് മാംസം രക്തം എന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് എൻ്റെ ആത്മാവിനെ കൈക്കൊണ്ട് ആ ജീവനുള്ളവരായി മാറുക എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ടായിരുന്നു. എങ്ങനെയാണ് ഞാൻ ആത്മാവിനെ പ്രാപിച്ച് യേശുവിൻ്റെ ജീവൻ ജീവിക്കുന്നത്? യേശുവിൻ്റെ ജീവൻ ജീവിക്കാമെന്ന് പ്രസംഗിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമില്ല. ഇപ്പം ഞാനിവിടെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്താ വൈബ്രേഷനും ബഹളമായിരിക്കും അറിയാം. അതായത് നമ്മൾ എവിടെയും കേൾക്കുന്നതാണ്, ഇന്ന് രോഗങ്ങളെ മാറ്റുന്ന ദൈവം വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ക്രൂസൈഡുകൾക്ക് ഭയങ്കര ആൾക്കൂട്ടമായിരിക്കും, ഭയങ്കര ബഹളമായിരിക്കും. പക്ഷേ ആത്മാവ് ജീവൻ തരുന്നു എന്ന് പറഞ്ഞാൽ ആരും വരികയല്ല വഴിക്ക്. 63-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ആത്മാവ് ജീവിപ്പിക്കുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. 66-ാം വാക്യത്തിൽ വലിയൊരു പങ്ക് ശിഷ്യന്മാർ ഇത് കേട്ടപ്പോൾ ഇട്ടിട്ട് പോയി. കാരണം അവർക്ക് ജീവൻ വേണ്ട, അവർക്ക് ആത്മാവ് വരുമ്പോൾ വെറുതെ ബഹളം വെച്ചാൽ മതി. ഇന്ന് എല്ലാവർക്കും ആത്മാവ് വരണം, ബഹളം വെക്കണം, അന്യഭാഷ പറയണം, ഭയങ്കര ബഹളം, തമ്പേർ അടിച്ച നാട്ടുകാർക്കൊന്നും സമാധാനമില്ല. പക്ഷെ ജീവനില്ല. അതേ അടിച്ച തമ്പേർ കൊണ്ട് തലക്കെട്ടടിക്കാനും ഒരു വിഷമവും ഇല്ല. കാരണം എന്താ? ജീവനില്ല. കർത്താവ് പറയാണ്, മാംസം കൊണ്ടൊരു പ്രയോജനമില്ല. നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചിട്ട് വലിയ ബഹളം വെച്ചിട്ട് കാര്യമില്ല, ജീവൻ ഉണ്ടാകണം. ആരുടെ ജീവൻ? കാറ്റ് പോലുള്ള ജീവൻ, വെളിച്ചം, ഓഫാകാത്ത ലൈറ്റ്, ശത്രുക്കളോടുള്ള സ്നേഹം, കുടുംബത്തിനകത്ത് മുഴുവൻ ക്രിസ്തുവിൻ്റെ അൺകണ്ടീഷണൽ ലവ് നിറയണം. അത് ആത്മാവ് ചെയ്യുന്നേ. അപ്പൊ ആത്മാവ് ശരിക്കും എന്തിനാ വരുന്നത്? ആത്മാവ് ക്രിസ്തുവിന്റെ ജീവനെ തരാൻ വേണ്ടിയാ വരുന്നത്. നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ജീവൻ ഉണ്ടെങ്കിൽ എത്ര ചാടിയാലും പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ജീവൻ ഇല്ലാതെ എത്ര ചാടിയിട്ടും കാര്യമില്ല. അപ്പോൾ ശരിക്കും ഇവിടെ പറയുന്നത് മാംസം കൊണ്ടൊരു പ്രയോജനമില്ല. നമ്മൾ ഈ മാംസം കൊണ്ട് എത്ര ജീവിച്ചാലും നമ്മൾ മരിക്കും. കാരണം നമുക്ക് ദൈവിക ജീവനില്ലെങ്കിൽ നമ്മളെല്ലാവരും മരിക്കും. അപ്പം പക്ഷെ ഞാൻ മരിക്കണ്ട, കാരണം എൻ്റെ സ്ഥാനത്ത് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു. അത് പറയാതെ അവസാനിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം ഞാൻ ശിക്ഷാർഹനായിരുന്നു, പാപിയായിരുന്നു. ആ കർത്താവിൻ്റെ യാഗം എങ്ങനെയാണ് നമ്മളെ രക്ഷിച്ചെന്നുള്ള കാര്യം നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതായിരിക്കും. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് മരിച്ചു. ശരിക്കും മരിക്കേണ്ടത് ഞാനായിരുന്നു, പക്ഷെ കർത്താവ് ആ സ്ഥാനത്ത് മരിച്ചു. എന്നിട്ട് കർത്താവ് പറയാണ്, ആത്മാവ് ജീവിപ്പിക്കുന്നു. ജീവിക്കേണ്ടത് ഞാനായിരുന്നു, പക്ഷെ നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് ജീവിക്കണം. When Christ died in my place, it means I have to live in his place. എൻ്റെ സ്ഥാനത്ത് കർത്താവ് മരിച്ചെങ്കിൽ ഞാൻ അവൻ്റെ സ്ഥാനത്ത് അവൻ്റെ ജീവൻ കൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് എനിക്ക് ആത്മാവിനെ ലഭിക്കുന്നത്. ആത്മാവ് എന്തിനാണ് നമുക്ക് വരുന്നത്? ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉരുവാകാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും യേശുവിൻ്റെ ജീവൻ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു വിശ്വാസിയായി ക്രിസ്തുവിനെ അനുഗമിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിത്യജീവനിലേക്ക് ഉയർന്നു വരുന്ന ആ ജീവജല നദികൾ അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനോട് ചോദിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് നിൻ്റെ ആത്മാവിനാൽ നിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിലേക്ക് പകരണമേ. നത്തിങ് എൽസ്. ആ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ ദൈവമക്കളെന്ന അധികാരം ഉള്ളവരായിട്ടാണ് ഭവനങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങൾ മരിച്ചാലും ജീവിക്കുമെന്ന് കർത്താവ് പറയുന്നു. കാരണം അവൻ്റെ മക്കളെ അവൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കൂടുതൽ ഈ വാക്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, പ്രാർത്ഥിക്കുക, ദൈവിക ജീവനുള്ളവരായി മാറുക. ഈ ദേശത്ത് അങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവനുള്ള അനേകം ആളുകൾ ഉണ്ടാകട്ടെ. ഈ മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് ക്രിസ്തുവിൻ്റെ ജീവൻ്റെ ശക്തി, കാറ്റുപോലുള്ള ജീവൻ, ഒരിക്കലും അഴിഞ്ഞു പോകാത്ത വെളിച്ചം ഇവിടങ്ങളിലെല്ലാം പ്രസരിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ സുവിശേഷത്തിൻ്റെ ശക്തി, ഞങ്ങളെ ജീവിപ്പിക്കുന്ന ശക്തി, ഞങ്ങളോട് ക്ഷമിക്കുന്ന, ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കുന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് തരുന്ന ആ ദൈവിക ജീവൻ്റെ ശക്തി അനുഭവിക്കുവാൻ കർത്താവ് വചനം കേട്ട ഓരോരുത്തരും അവിടെ നിന്ന് അനുവദിക്കണമേ. അവിടെ ഹൃദയങ്ങളെ തുറക്കണമേ. കർത്താവ് അങ്ങയോടുള്ള ആഗ്രഹം, ആ ജീവനോടുള്ള ആഗ്രഹം ഹൃദയങ്ങളിൽ നൽകണമെന്ന് അടിയൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.